പറഞ്ഞോ? പാവങ്ങളുണ്ടായിരുന്നു, പിന്നെ മുദ്രകളുണ്ടായിരുന്നു. കേട്ടില്ല? ഗേൾസ് ഓൺലിയാണ്. പിന്നെന്താ വളരെ പ്രധാനപ്പെട്ട തിയേറ്റർ റിലേറ്റ് ചെയ്തിട്ട് പറയാവുന്നൊരു കാര്യം എന്തായിരിക്കും? ലാസ്റ്റ് നടനമാണ്. തിയേറ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മോഹിനിയാട്ടത്തിലൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു സമയമാണ്. തിയേറ്റർ റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരു കഥാവതരണം ഉണ്ടായിരുന്നു, അല്ലേ? ഒരു കഥാവതരണമുണ്ട്. കർണഭാരം എന്നുള്ള ഒരു കഥയൊക്കെ മോഹിനിയാട്ടത്തിൽ കണ്ടപ്പോഴാണ് ഹൗ മച്ച് ഇറ്റ് റിലേറ്റഡ് ടു തിയേറ്റർ എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായത്. മോഹിനിയാട്ടത്തിലൂടെ കർണഭാരം കാണാനിടയായതാണ്. കലാമണ്ഡലത്തിൽ പഠിച്ചൊരു ടീച്ചർ ചെയ്ത ഒരു വർക്കായിരുന്നു. അത് കണ്ടപ്പോഴാണ് കർണൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഈ മുദ്രാഭിനയത്തിലൂടെ, ഭാവാഭിനയത്തിലൂടെ കാണിച്ചു കണ്ടപ്പോൾ കാര്യം ഒരു ലാസ്യ നടനം ആണെങ്കിലും അതിനകത്ത് ഒരു ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായ ദിസ് ഈസ് റിലേറ്റഡ് ടു തിയേറ്റർ. മുദ്രാഭിനയങ്ങളുണ്ട്. കൂടിയാട്ടം എന്നുള്ളൊരു കലയുണ്ട്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന മുദ്രകൾ കേരളീയ മുദ്രകൾ എന്ന് പറയും. അതേ 24 മുദ്രകളുണ്ട്. ആ മുദ്രകൾ തന്നെയാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അവിടെയും കണക്ഷൻ കിടക്കുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടത്തിൽ പോയിരിക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് എന്തിനാണ് ഞാൻ പോയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ പോയിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് എനിക്ക് ഉപകാരമുള്ളതാണല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഇപ്രാവശ്യം ഞാൻ നെറ്റിൻ്റെ എക്സാം എഴുതാറുണ്ട്. അത് എല്ലാ വർഷവും എനിക്ക് 2 തവണ എഴുതിയെങ്കിൽ മനസ്സിലൊരു വിഷമം എഴുതുക. കഴിഞ്ഞ ഡിസംബറിൽ PhD ഓൺലി എന്നുള്ള 3rd കാറ്റഗറി ക്വാളിഫൈഡ് ആയി. അത് ഈ ജൂലൈയിൽ തീരും. അതിന് മുമ്പ് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കയറും. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ 2 വർഷം ഒരു 1100 ഒഴിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ ഞാൻ പള്ളിയിൽ കൊണ്ടിടണ പോലെ UGC-കാർക്ക് തുടങ്ങി. എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നു. അപ്പം ഇപ്രാവശ്യത്തെ നെറ്റിനകത്ത് എന്താണ് കുറച്ച് മുദ്രകളുടെ പേര് കൊടുത്തിട്ട് അത് ഓർഡറിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. ശ്ലോകത്തിൻ്റെ ഓർഡറിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പഠിച്ചത് ശ്ലോകമൊന്നും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഹസ്തപതാകവും മുദ്രാഖ്യ ഘടകവും അണിഷ്ടലിപി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഹസ്തപതാക എന്നുള്ളൊരു സാധനം മനസ്സിലെടുക്കുന്നുണ്ട്. അപ്പോൾ പതാക എന്നുള്ളതാണ് ആദ്യത്തെ എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പതാക എന്നുള്ളത് കണ്ടു. പതാക എന്നുള്ളത് ഏതോ എനിക്കോട് B ആണെന്ന് തോന്നുന്നു. ആ B ആദ്യം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കി. അപ്പം എനിക്ക് കിട്ടി 2 മാർക്ക് കിട്ടി. മോഹിനിയാട്ടത്തിന് പോയിരുന്നോണ്ട് ഉപകാരം. ഇതുപോലെ നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിൽ അധ്യാപകരായിട്ട് ഒരു വീഡിയോ ചെയ്യണം, ഒരു ഫോട്ടോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ ടോമനെ വിളിക്കാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ എക്യുപ്റ്റ് ആവണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. അഡ്വർടൈസ്മെന്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം സ്ക്രിപ്റ്റ് എഴുതണം, അല്ലേ? നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ തിയേറ്ററിൻ്റെ വർക്ക്ഷോപ്പിനെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ആശയം അതൊരു കഥയാക്കി മാറ്റുന്നു, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, അടുത്തൊരു സ്റ്റെപ്പ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ? ഒരു സ്ക്രിപ്റ്റ് വേണമെന്നുള്ളത്. അതെങ്ങനെയാണ്? അഡ്വർടൈസ്മെന്റിന് പലതരം ഫോർമാറ്റുകളിലുള്ള സ്ക്രിപ്റ്റുകളുണ്ട് നമുക്ക്. നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് എഴുതുക? അത് ഒരു വൈറ്റ് പേപ്പറിൽ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു വരല്ലേ? രംഗം 1 എഴുതി, അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ബ്രാക്കറ്റ് ചെയ്ത് എഴുതി. അതിന് താഴെ സുബൈദ 2 കുത്ത് ഡയലോഗ് ഈ അറ്റത്തിൽ നിന്ന് തുടങ്ങുന്നു, അല്ലേ? അതൊരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് ഫോർമാറ്റാണ്. സിനിമയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ല എഴുതുന്നത്. അഡ്വർടൈസ്മെന്റ് വേറൊരു ടൈപ്പിൽ എഴുതാറുണ്ട്. അപ്പോൾ പലതരം ഫോർമാറ്റ് ഉണ്ട്. ആഡിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം. കൊമേഴ്ഷ്യൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നും ഇതിനൊരു പേരുണ്ട്. നിങ്ങളിത് എഴുതിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ചില പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്കിത് പരീക്ഷയൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, യൂണിവേഴ്സിറ്റി പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് 6 പേരുടെ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ മതി. യൂണിവേഴ്സിറ്റി പറയുന്നത് അത്രേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക്
BEd സ്റ്റുഡൻസിന് ഇവിടെയാണെങ്കിൽ അവിടെയൊക്കെ ഞാൻ ഈ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ കാരണം നിങ്ങൾ കുറച്ചുകൂടി ടെക്നിക്കലി കൂടി ഒന്ന് എക്വിപ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? യൂണിവേഴ്സിറ്റി പറഞ്ഞ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചുകൂടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. TV commercial scripts are written in 2-column format. അത് നോക്കോളൂ. ഓഡിയോ വിഷ്വൽ AV സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഡില് ഓഡിയോ ആയിരിക്കും, ഒരു സൈഡിൽ അതിന്റെ വിഷ്വൽസ് ആയിരിക്കും എഴുതുക. 2-column ഫോർമാറ്റ് എന്ന് പറയും. നമ്മൾ ഒരു A4 ഷീറ്റ് നേർപകുതിയായിട്ട് മടക്കും. ഒരു ഭാഗത്ത് അതിന്റെ വിഷ്വൽസും ഒരു ഭാഗത്ത് അതിന്റെ ഓഡിയോയും തത്തുല്യമായിട്ട് നേരെ എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് എഴുതും. അതാണ് AV സ്ക്രിപ്റ്റ് എന്നോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മോസ്റ്റ് TV അഡ്വർടൈസ്മെന്റ്സ് ആർ ബ്രീഫ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാക്സിമം ഒരു 30 സെക്കൻഡ്സിലൊക്കെയുള്ള അഡ്വർടൈസ്മെന്റുകളാണ് കൂടുതലും നമുക്ക് കാണാൻ. അതിന് കുറവാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് സമയം കൊണ്ട് ആളുകളെ അതിലേക്ക് ആ ബ്രാൻഡിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ലിമിറ്റഡ് ടു 15 seconds, 30 seconds or 60 seconds. Scripts are structured to convey information. വളരെ എന്താ പറയുക, അത്രയും ഡെപ്തിന് കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഒരു 2 മണിക്കൂർ സമയം നമ്മൾ സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ അതിലിഷ്ടം പോലെ സമയം മുഹൂർത്തങ്ങൾ കൊടുക്കാനായിട്ട് നമുക്കുണ്ട് അല്ലേ? ഒരെണ്ണം കഴിഞ്ഞ് അടുത്തൊരു മുഹൂർത്തം കൊടുത്ത്, മുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കുളിര് ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു മുഹൂർത്തങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു അഡ്വർടൈസ്മെന്റിലാവുമ്പോൾ അത് വളരെ എന്താ പറയുക, ലിമിറ്റഡ് സമയം കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. അതാണ് അത്രയും ഇതായിട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. ഓഡിയോ വിഷ്വൽ 2 columns. Visuals on the left side. അതൊന്ന് നോട്ട് ചെയ്യുക. ഓഡിയോ ഓൺ റൈറ്റ് സൈഡ്. നിങ്ങളുടെ സ്ക്രിപ്റ്റിലെ ഈ ആഡിലെ എന്തൊക്കെ വിഷ്വൽസ് ആണോ വരുന്നത് അതൊക്കെ ലെഫ്റ്റ് സൈഡില്, അതിന് നേരെ വരുന്ന ഓഡിയോ എന്താണ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ നോക്കുക. ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഹെഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഹെഡിങ്ങിൽ എന്തൊക്കെ വേണം? The name of the client's brand. ആ ബ്രാൻഡിന്റെ പേര് ഉണ്ടായിരിക്കും. ടൈറ്റിൽ ക്ലിയർലി ഡിസ്ക്രൈബ്സ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ചില ആഡുകളൊക്കെ സർവീസിന്റെ ഉണ്ട് അല്ലേ? പ്രോഡക്റ്റ് മാത്രമല്ല, ചില സർവീസുകളുടെ ആഡുകൾ ഉണ്ടായിരിക്കും. അതാണ് ടൈറ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേര്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, നമുക്കൊരു കമ്പനിക്ക് അയച്ചു കൊടുക്കാനുള്ള ഫോർമാറ്റും കൂടിയാണ്. അതിനകത്ത് ഇതൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നത്. ഡ്രാഫ്റ്റ് നമ്പർ, അതായത് നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി അത് അയച്ചു കൊടുത്തു, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് രണ്ടാമതൊരു സ്ക്രിപ്റ്റ് എഴുതി, അപ്പോൾ അതിനൊരു ഡ്രാഫ്റ്റ് നമ്പർ ഇടണം. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഡേറ്റും അതുപോലെ തന്നെ. ഇനി ടോട്ടൽ റൺ ടൈം, അതിന് TRT എന്ന് പറയും. എത്ര സമയമുണ്ട് ഈ ആഡ് നിങ്ങൾ പിടിച്ച് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര സമയം ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് നോട്ട് ചെയ്യണം. നിങ്ങളുടെ ജോബ് ID എന്നുള്ളതാണ്. ഇതൊരു കമ്പനിക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ് ഇതിനകത്ത് എന്താ പറയുക, യുവർ നെയിം, ഡ്രാഫ്റ്റ് നമ്പർ, ഡേറ്റ്, ജോബ് ID ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിൽ. ഇത് അയച്ചു കൊടുക്കാനുള്ള ഒരു ഫോർമാറ്റും കൂടിയാണ്. വിഷ്വൽ കോളം, അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്? ഇപ്പൊ ഹെഡിങ്ങിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. വിഷ്വൽ കോളത്തിലെ ലെഫ്റ്റ് കോളം ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. സീൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്ഷൻ ലൈൻസ് ആണ് അതിനകത്ത് വേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട, അത് നമുക്ക് ഇതിലേക്ക് എത്താം. നിങ്ങളുടെ ഒരു വിഷ്വൽ കൊടുക്കുന്നു, ഒരു കുഞ്ഞ് തൊട്ടിൽ കിടക്കുന്നതിൻ്റെ ഒരു വിഷ്വൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതുക. ഒരു കുഞ്ഞ് വിഷ്വലിൽ കിടക്കുന്നതായിട്ടുള്ള ആ വിഷ്വൽ അതുപോലെ തന്നെ എഴുതുന്നു. അപ്പുറത്ത് അത് ഓഡിയോയുടെ കോളത്തിൽ വരും. അപ്പൊ ആ ഡിസ്ക്രിപ്ഷൻ, ഇനി കുഞ്ഞ് എന്തെങ്കിലും നോക്കി ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാവയോ എന്തെങ്കിലും എത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്ഷനാണ്. ചിരിക്കുക എന്ന് പറയുന്നൊരു ആക്ഷനാണ്, എത്തിപ്പിടിക്കുക എന്ന് പറയുന്നൊരു ആക്ഷനാണ്. അപ്പൊ അത് ആക്ഷൻ ലൈൻ എന്ന് പറയാം. എന്തെങ്കിലും ആ കുഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, അത് അതിന്റെ വിഷ്വലാണ്. അതിന്റെ ഇടയിൽ എഴുതാനായിട്ട് പേന എടുക്കുന്നു എന്ന് പറയുന്നത് ആക്ഷനാണ്. ക്ലിയർ? ഓക്കെ. ക്ലാരിറ്റി ആൻഡ് കൺസിഷൻ, അത് ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. കുറേയൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലി കിട്ടാൻ വേണ്ടി.
ഇനി എത്ര സമയം ഉണ്ടായിരിക്കും ഓരോ വിഷ്വൽ എന്നുള്ളതിൻ്റെ നിങ്ങൾ കൃത്യം കൊടുക്കണം. 6 സെക്കൻഡ്, 7 സെക്കൻഡ്, ആ ഒരു വിഷ്വല് എത്ര സമയം ഉണ്ടായിരിക്കും എന്നുള്ളത് കൃത്യമാക്കണം. എന്നാലാണ് ഇത് മൊത്തം ടോട്ടൽ റൺ ടൈമായിട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഓഡിയോ കോളത്തിൽ എന്തൊക്കെ വേണം? റൈറ്റ് സൈഡാണ്. ഡയലോഗ് ഉണ്ടാവും, വോയിസ് ഓവർ ഉണ്ടാവും, സൗണ്ട് എഫക്ട്സ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും. ഈ സാധ്യതകൾ മുഴുവൻ അതിനകത്തുള്ളൊരു കാര്യങ്ങളാണ്. എന്താ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയലോഗ് ഇപ്പം എന്നെ പിടിക്കുന്നു, ഞാൻ ഡയലോഗ് പറയുന്നു. വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു നരേഷൻ പോലെ പിന്നിൽ പോകുന്ന ഒരു കാര്യമാണ്. സൗണ്ട് എഫക്ട്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഫോർ എക്സാമ്പിൾ ആംബിയൻസ് സൗണ്ട് എന്നൊക്കെ പറയുന്നത്, അതാണ് സൗണ്ട് എഫക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മൗസിൽ ക്ലിക്ക് ചെയ്യുന്നത്, വീഡിയോയിൽ എടുക്കുമ്പോൾ ഈ മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന വോയിസ് നമുക്ക് കേൾക്കണമെന്നില്ല. അതേസമയം നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്നതിന് അതിൻ്റെ ആ ക്ലിക്കിൻ്റെ ഒരു വോയിസ് നമ്മൾ എടുത്തു, ഒരു എഫക്റ്റ് കൊടുത്തിടുന്നു. ഓക്കെ, മ്യൂസിക് നിങ്ങൾക്കറിയാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളതറിയാം. അതിന് നേരെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓഡിയോ ആ വിഷ്വലിൻ്റെ നേരെയായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അത് വായിക്കുന്ന ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. കഥാപാത്രങ്ങളുടെ പേര് ക്യാപ്സ് ലോക്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒന്ന് നോട്ട് ചെയ്തേക്ക്. കോളൻ, അത് കഴിഞ്ഞിട്ട് ഡയലോഗ്. ഇത് നീട്ടിയ പ്രതീപ് വരുതേടാ. ഓഡിയോയുടെ കോളത്തിൽ അല്ലെങ്കിൽ ഇതിൽ മാത്രമായിട്ട് നിൽക്കേണ്ടതാണത്. വിഷ്വലിൻ്റെ കോളത്തിലേക്ക് കടന്നു പോകരുത്. ആ ഒരു വൺ സൈഡിൽ തന്നെ ഒതുക്കി നിർത്തണം. ഇതൊരു ഉദാഹരണം കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താ പറയുക, അയച്ചു കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വേറൊരു ഉദാഹരണം, വേറൊരു ടൈപ്പിലുള്ളത് കാണിച്ചു തരാം നിങ്ങൾ. ഇത് ഇത്രയും വീഡിയോ ഒരു സൈഡിൽ, ഓഡിയോ ഒരു സൈഡിൽ എന്നുള്ളൊരു കാര്യം മാത്രം ഓർക്കുക. ക്ലിയർ ആണോ? ആ ക്യാരക്ടേഴ്സിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു, കോളൻ, അത് കഴിഞ്ഞിട്ട് ഡയലോഗ്. എത്ര സമയം ഉണ്ട് എന്നുള്ളത് സൈഡുകളിൽ കൊടുത്തിരിക്കുന്നു. ക്ലിയർ? ചില ടേമുകൾ, ഒരു 7 ടേംസ് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു ടേംസുകളൊന്ന് നോട്ട് ചെയ്യുക. GFX എന്താണത്? ഗ്രാഫിക്സ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വീഡിയോയിലെടുത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലതൊക്കെ ഗ്രാഫിക്സ് കൊണ്ടുവരേണ്ടതുണ്ടായി ഇല്ലേ? ഒരു പ്രാവ് പറന്ന് വന്നിട്ട് സിസ്റ്ററുടെ സൈഡിൽ ഇരിക്കുന്നു. പ്രാവിനോട് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഇരിക്കണം നിർബന്ധമില്ല. ഈ സിസ്റ്ററാണെങ്കിൽ ഇരിക്കില്ല എന്നുകൊണ്ട് ചിലപ്പോൾ പോകും, പല സാഹചര്യം. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്സിൻ്റെ സഹായം ഉണ്ടാകും. റെഡി? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മൊണ്ടാഷ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കണമെന്നല്ല, വേറൊന്നുമല്ല, ഒരു സീരീസ് ഓഫ് ഷോർട്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈം കുറേ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ വെക്കുന്നു. ഒരു പ്രായമായിട്ടുള്ള ഒരാളിലേക്ക് എത്തണം, ഒരു കുഞ്ഞെ കുട്ടിയിൽ നിന്ന് പതുക്കെ പ്രായമായിട്ടുള്ള ഒരാളിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് അത്രയും ഈ 30 സെക്കൻഡ്സിന്റെ ഉള്ളില് അത്രയും സമയം കാണിക്കുക എന്ന് പറയുന്നത് ഈ മൊണ്ടേഷ് പോലെയുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ കുട്ടീനെ കാണിച്ചു, അടുത്ത ഒരു സ്റ്റെപ്പിൽ കുറച്ചും കൂടി ട്രൗസറൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കുട്ടി, പാൻസ് ഇട്ട് നിൽക്കുന്ന കുട്ടി, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ, ഒരുമിച്ച് അത് വെക്കുമ്പോൾ അതെന്തായി അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ വളർച്ചയെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഇപ്പോൾ റീൽസ് ഭയങ്കരമായിട്ട് വരുന്നൊരു സാധനമാണ്. അങ്ങേരെ റെഡിയായി, അടുത്തത് അദ്ദേഹത്തെ വിളിച്ചേക്ക് എന്നിട്ട് അതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ? അവസാനം വിഷ്ണു വിളിച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുന്ന എന്താ? അത്രയും ഒരുമിച്ച് വയ്ക്കുമ്പോൾ കാണിക്കുന്ന എന്താ? കുറേ നാടുകൾക്ക് ഈ ഒരു ചേഞ്ച് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം. അതെല്ലാം അടുപ്പിച്ച് വെക്കുന്ന അതിനെയാണ് മൊണ്ടേഷ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നമ്മൾ ഷോർട്ടുകളെ കുറിച്ച് കൂടുതൽ കാണും, ഇത് എഴുതിയെടുക്കണമെന്നില്ല. ഷോർട്ടുകൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്.
VO, വോയിസ് ഓവർ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുന്നതാണ് വോയിസ് ഓവർ എന്നുള്ളത്. നരേഷനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നു. OS എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ? OS ഓഫ് സ്ക്രീൻ എന്നുള്ളതാണ്. എന്താ ഈ ഓഫ് സ്ക്രീൻ പറയാൻ പറ്റാ? ഓഫ് സ്ക്രീൻ സ്ക്രീനിലില്ല. ഉദാഹരണം പറഞ്ഞാൽ കോൾ വരുമ്പോൾ സൗണ്ട് കേൾക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കും. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഭാര്യനെ വിളിക്കുകയാണ്, ഇടയ്ക്ക് വെള്ളത്തിൽ വന്ന് എന്ന് പറയും. ഭാര്യയുടെ വിഷയമില്ല, പക്ഷെ അവിടെ നിന്ന് കേൾക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് കുറിച്ചു അപ്പോൾ സ്ക്രീനിൽ ഭാര്യയില്ല, അതേസമയം ശബ്ദമുണ്ട്. നരേഷനല്ല, ഡയലോഗ് തന്നെയാണ്. അതിനെയാണ് ഓഫ് സ്ക്രീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? SFX എന്താ? സൗണ്ട് എഫക്ട്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, കോയിൻ വീഴുന്നത്, അല്ലെങ്കിൽ ചില ക്ലിക്ക് വോയിസുകൾ, അങ്ങനത്തെ ഒക്കെ വരുന്നതാണ് സൗണ്ട് എഫക്ട്സ് വരുന്നത്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഇഷ്ടംപോലെ മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളൊക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് TV കൊമേഴ്ഷ്യൽ സ്ക്രിപ്റ്റ്, അഡ്വർടൈസ്മെന്റ് സ്ക്രിപ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഒന്ന് കാണാം. ഹലോ. എ ഗുഡ് ആൻഡ് സിമ്പിൾ സ്റ്റോറി ആയിരിക്കും, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി എന്നുള്ളതാണ് ആഡുകളുടെ ഒരു പ്രത്യേകത. കാരണം എന്താ? കുറച്ച് സമയമുള്ളൂ, ആ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഉള്ളിലൊരു ഫീൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോറി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നെ ഒരു 3 പോർഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഒരു കഥ എഴുതുമ്പോൾ ഒരു 3 പോർഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു സ്റ്റാർട്ടിങ്, ഒരു മിഡ്, ഒരു എൻഡിങ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂറിൻ്റെ കഥയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു 30 സെക്കൻഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ്സിൻ്റെ ഒരു ആഡിൽ അത് അത്രയും ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ മിഡ് പോർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതാണ് ഇൻസ്പയർ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ടോൺ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ ആ ബ്രാൻഡിന് ഒരു ടോൺ ഉണ്ടായിരിക്കും. ടോൺ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഒരു എന്താ പറയുക, കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ബ്രാൻഡിന് കൊണ്ടുവരാനായിട്ടുണ്ടായിരിക്കും. വെറുതെ ഒരു ആഡ് പിടിച്ചു വെക്കുക എന്നുള്ളതല്ല, ആ ഒരു ബ്രാൻഡിന് ഒരു ടോൺ ഉണ്ടാവുക എന്ന് പറയും. അതാണ് ഒന്നുകിൽ സീരിയസ്, പീസ്ഫുൾ, ക്വിക്കി, എഡ്ജി, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ടേമുകൾ ഇത്രേ ഉള്ളൂ. സസ്പെൻസ് അല്ലെങ്കിൽ കുറച്ച് കൗതുകരമായിട്ടുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പിഷാരടിയുടെ ഒരു റീല് കാണാനിടയായി. ഈ ഭയങ്കര ബ്രാൻഡ്, വലിയ വലിയ ബ്രാൻഡുകൾ, അതിൻ്റെയൊക്കെ പരസ്യത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിൽ അവതരിപ്പിക്കുന്നവർ ചിരിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ സാധാ ലോക്കൽ ഏതെങ്കിലുമൊക്കെ ഒരു തുണിക്കടയുടെ പരസ്യത്തിൽ ചിരിച്ചു മറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പരസ്യം എടുക്കുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ചിരിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് വന്നതിൻ്റെ കാരണം പറഞ്ഞത് എങ്ങനെയാണ്? നമ്മുടെ ആരാ പരസ്യത്തിൽ അഭിനയിച്ചവരുണ്ട് ഇവിടെ, അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കഴിയുമ്പോൾ. അപ്പോൾ ഓരോത്തിനും ഓരോ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഓരോ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചിലർക്ക് ഈ പറയുന്ന ആ ആറ്റിറ്റ്യൂഡിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് നേരെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നതായിരിക്കാം കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ടോൺ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ്. തീം, ഒരു തീം ഉണ്ടായിരിക്കുക. ചില ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങൾ മോറോളസ് ഒരു സെയിം തീം പിടിച്ചിങ്ങനെ പോകുന്നത് കാണും. അവരുടെ പരസ്യങ്ങൾക്കൊക്കെ ആ ഒരു തീം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നതാണ് അടുത്തൊരു കാര്യം. നിങ്ങൾ എന്തിനാ പരസ്യം ഇറക്കണേ? അതിന്റെ പർപ്പസ് എന്താ? കുറെ പൈസ ഉണ്ട്, അതൊരു പരസ്യമായിട്ട് ചെയ്യണം, അതാണോ? അല്ല, എന്താണ്? ആളുകൾക്ക് ഇത് നമ്മുടെ ഒരു ടാർഗറ്റാണ് അല്ലേ? ആളുകൾ ഈ കടയിലേക്ക് കയറണം, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യണം.
ഇന്ന ഐസ്ക്രീം കഴിക്കണം, ഇന്ന സോപ്പ് ഉപയോഗിക്കണം എന്നുള്ള ആ ഇത് കാണുന്നവരെ അത്തരം ഒരു കാര്യത്തിലേക്ക് എത്തണം, ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിലാണ് അതിരിക്കുന്നത്. സ്ക്രിപ്റ്റിലെ അത് കൃത്യമായിട്ട് നമ്മൾ ഇന്ന ഒരു വിഷ്വൽ ഉള്ളത് കൊണ്ട്, ഇന്ന ഒരു കാര്യം പറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവര് ഈ കടയിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ ബിരിയാണി വെറും 50 രൂപ. നിങ്ങൾ കയറുമില്ലയോ? 40 രൂപ കയറോ? 40 കൊടുത്തിട്ടുള്ളൂ. പല പരസ്യങ്ങള് അത്രയും. ഇനിയിപ്പോ എന്താ പറയാ, ചിക്കൻ ബിരിയാണി 40 രൂപ. അത് ചിലപ്പോൾ ലോക്കൽ ബിരിയാണിയാണെന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ 2-3 ആൾക്കാര് അതിൻ്റെ ഒരു വിഷ്വൽ എടുത്ത് റീലിട്ടു, 40 രൂപയ്ക്ക് ഇത്രയും നല്ല ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങൾ കയറുമോ? അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്തു അവരുടെ പരസ്യത്തിന്റെ. അപ്പൊ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു സംതിങ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിച്ചിരിക്കണ്ടോ, ബിരിയാണി 40 രൂപ കിട്ടില്ല, ഞാൻ കട തുടങ്ങേണ്ടി വരും. ഓക്കെ, ഞാൻ ഈ പേരുകൾ മാത്രം പറഞ്ഞു പോകാൻ കാരണം, ആശയം പറയാൻ കാരണം ഇതൊന്നും നിങ്ങൾക്ക് വായിച്ചിട്ട് എഴുതിയെടുത്ത് പരീക്ഷയ്ക്കില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് ടു റൈസ് അവയർനെസ് ഓഫ് ദി ബ്രാൻഡ്. ചിലപ്പോൾ ചില പരസ്യങ്ങൾ അങ്ങനെ ചെയ്യാം. ഇങ്ങനൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇനി പതുക്കെ 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 ഒരു മൂവ്മെന്റ് ആവും എന്നുള്ളൊരു കാര്യം. ജസ്റ്റ് ടു റൈസ് അവയർനെസ് ഓഫ് ദി ബ്രാൻഡ്, ഗീവ് പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ദ കമ്പനീസ് കോൺടാക്ട് ഇൻഫർമേഷൻ. ചിലപ്പോൾ പരസ്യങ്ങൾ അങ്ങനെ ചെയ്യാം, ഓൾറെഡി ബ്രാൻഡഡ് ആയി, ഇനി കൺസ്യൂമേഴ്സിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇന്ന വഴികൾ ഉപയോഗിക്കാം, അതിനുവേണ്ടി ഇത് പരസ്യം ചെയ്യാം. അതും ഒരു സാധ്യതയാണ്. ഫോർ ഇൻസ്റ്റൻസ് എ ഫോൺ നമ്പർ ഓർ എ വെബ് URL ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടാഗ് ലൈൻ. ചിലപ്പോൾ ഓൾറെഡി ബ്രാൻഡഡ് ആയിരിക്കാം, ഒരു സംതിങ് ഒരു അതിന് കുറച്ചും കൂടി ഒന്ന് ആളുകളിലേക്ക് പോപ്പുലർ ആക്കാൻ വേണ്ടി ഒരു ടാഗ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. ഇതൊക്കെ സാധ്യതകളാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കണം. അപ്പൊ അതൊക്കെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയും അഡ്വർടൈസ്മെന്റിന്റെ കോമൺ ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് വിഷ്വലി എടുക്കാം എന്നുള്ളതാണ് അടുത്തത് കാണാൻ പോകുന്നത്. അതോടുകൂടി നമുക്ക് പിന്നെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം. ഇത് ഞങ്ങളുടെ കോളേജിൽ, മീഡിയ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഷോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. അതിലത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അവർക്കിത് വളരെ കാര്യമായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി പ്രാക്ടിക്കലാക്കാൻ അങ്ങനത്തെ ക്യാമറ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു ഓരോന്നിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ എന്തായാലും ഗ്രാഫിക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ഒരു ആഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സിൻ്റെ വീഡിയോ എടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു ആഡ് എടുക്കുക, ഫോട്ടോ മാത്രം വെച്ച് ആഡ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ കുറച്ചും കൂടി ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് പല ഷോട്ടുകളിലൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മളൊരു ആഡ് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒരു 5C എന്ന് പറയുന്ന സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5 വാക്കുകൾ സിനിമാറ്റോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ, വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിനൊരു ഫൈനൽ ഔട്ട് എടുക്കുന്നതിന് ഒരു 5Cകൾ ആവശ്യമാണ്. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ C ആണ് ക്യാമറ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം.
നമ്മൾ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണും. ക്യാമറ ആംഗിൾസ് എന്നുള്ളൊരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ക്യാമറ പല രീതിയിൽ നമ്മൾ ക്യാമറ പിടിക്കാറുണ്ട് അല്ലേ? ക്യാമറ എടുക്കാറുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും, താഴെ പിടിക്കും, നേരെ പിടിക്കും. ഈ 3 ആംഗിളുകൾ ബേസിക് ആയിട്ടുള്ള ആംഗിളുകളാണ്. ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ കാണാം. സാധാരണ രീതിയിൽ ഒരു കോമൺ ഒരു വീഡിയോ എടുക്കുന്ന ഒരു കോമൺ ആംഗിൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓൺ എന്ന് പറയുന്നതാണ്. നമ്മുടെ ഐ ലെവലിൽ എടുക്കുന്ന ഇതാണ്. നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ വന്നിരുന്ന് നമ്മുടെ ലെവലിൽ കാണുന്ന വീഡിയോസാണ് കൂടുതലുള്ളത്. ഷോട്ടുകളായിരിക്കും കൂടുതലുണ്ടാവും. വളരെ അപൂർവ ഷോട്ടുകളാണ് മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ ക്യാമറ വെച്ച് എടുത്തിട്ടുണ്ടാവും. അതിന് പ്രത്യേക പർപ്പസുകളുണ്ട്. കൂടുതൽ കോമൺ ഷോട്ടുകൾ എടുക്കുന്നത് ഈ സ്ട്രെയിറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ലെവലിൽ നിൽക്കുന്ന ആംഗിളിൽ എടുക്കുന്നതാണ്. നമ്മൾ ക്യാമറ തിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആംഗിൾ മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മഠത്തിലെ ഞാൻ കുർബാനയ്ക്കോട് മഠത്തിലെ സിസ്റ്ററുടെ ജൂബിലി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിന്നു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോൺ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ കൈ എടുക്കാനൊന്നും അറിയുന്നില്ല. സിസ്റ്റർ ഒരു 4-5 ഫോട്ടോ എടുത്തു. ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചിട്ടാണ് സിസ്റ്റർ എടുക്കണം. അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. നോക്കിയപ്പോൾ ഫോട്ടോ ഔട്ട് വന്നപ്പോൾ അത് ഡൗട്ട് ക്ലിയറാണ്. എന്തായിരുന്നു? എല്ലാവരും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം വൃത്തികേടെന്ന് പറഞ്ഞാൽ പോലെ മസാ വൃത്തിയാണ്. അങ്ങനെയുള്ളൊരു ഫോട്ടോസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡിലീറ്റ് ചെയ്തിട്ട് ഫോണിൽ പോലെ ഇത് കണ്ടാന്ന് ഞാൻ ഡിലീറ്റ് ചെയ്താണ്. അപ്പോൾ അത് വേറെ ഒന്നല്ല. സിസ്റ്റർ കുറ്റം സിസ്റ്റർ പഠിച്ചിട്ടുള്ളതാവുന്നല്ല. സിസ്റ്റർ ക്യാമറ നോക്കി വേറെ ആരുടെയും ക്യാമറ ഇല്ല, കയ്യിൽ സിസ്റ്റർ മാത്രമല്ലോ. അപ്പോൾ സിസ്റ്റർ ക്യാമറ തന്നെ നമ്മളും പല ഫോട്ടോസ് എടുത്തോട്ട് നിങ്ങൾ എടുത്തോട്ട് ഫോണിൽ നിന്ന് പോയി നോക്കുമ്പോൾ ഓ എന്ന് തോന്നുന്ന ചില ഫോട്ടോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം ആംഗിൾ മാറിപ്പോയതിൻ്റെ പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ആംഗിൾ ആംഗിൾ എന്ന് പറയും. അതാണ് ചോദിച്ചോ. ആംഗിൾ സെയിം തന്നെ, ആംഗിൾ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ നോട്ട് ഈ തന്നതിന് ഹലോ, അതായത് നമുക്ക് ഈ തിയറീസിൽ പറയുന്ന തിയറികളെല്ലാം തന്നെ DSLR ക്യാമറയ്ക്കുള്ള തിയറികളാണ്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ പിടിക്കുന്നതിന് അത് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടാകും. എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തിയറി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്ന് നിർബന്ധമില്ല. ഒരു ഓവർ ദി ഷോൾഡർ എന്നൊക്കെയുള്ള ഷോട്ടുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കവർ ചെയ്യാൻ ഇങ്ങനെ പറ്റണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന തിയറികളൊക്കെ നമ്മൾ ബിഗ് സ്ക്രീൻ എന്നുള്ള രീതിയിലേക്കാണ്, മൊബൈൽ സ്ക്രീൻ എന്നുള്ള രീതിയിലേക്കല്ല. പറയുന്നത് ഇങ്ങനെ പിടിക്കേണ്ട രീതിയിലാണ് പറഞ്ഞു തരുന്നതൊക്കെ. ഞാനിതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഒരു സ്ഥലത്ത് പോയി ക്ലാസ് എടുത്തപ്പോൾ ഔട്ട് വന്നതൊക്കെ ഇങ്ങനെ റീൽസ് എടുക്കുന്ന പോലെ. അപ്പോൾ അത് ചിലപ്പോൾ ആ തിയറി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, 3 ആംഗിളുകൾ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞ് വളരെ നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. ലോ ആംഗിൾ എന്ന് പറയുന്നത് താഴേന്ന് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നതാണ്. ലോ ആംഗിളിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ താഴെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റിനെ എടുത്തു കഴിയുമ്പോൾ, ഒരാളെ എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷ്വൽ എങ്ങനെയായിരിക്കും കിട്ടുക? വലിയൊരാളായിട്ട് കിട്ടും. ശരിയല്ലേ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആള് തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞെ മെഴുകുതിരിയാണെങ്കിൽ പോലും എടുത്തിട്ട് അടിയിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ വലിയ ഒരു ഫിഗറായിട്ട് നമുക്കതിനെ കിട്ടും. അത് തന്നെയാണ് ലോ ആംഗിളിന്റെ പർപ്പസ്. ക്യാരക്ടറിന്റെ ആ ഒരു ബൃഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ അല്ലെങ്കിൽ ചില സിനിമകളിലെ ഇൻട്രൊഡ്യൂസിങ് സീനുകളിലൊക്കെ നമുക്ക് ഇത്തരം ഒരു ലോ ആംഗിൾ കാണാനായിട്ട് വരും. കാലിൻ്റെ ഇവിടെ നിന്നൊക്കെ എടുത്ത് കാല് ചൊറിയുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾ പലതരം കണ്ടുണ്ടാവും. മുണ്ട് മടക്കി ഏതാ എല്ലാ സിനിമയിലും ഉണ്ടാവും. ഓക്കെ, അത് ലോ ആംഗിളിന്റെ പർപ്പസ് ആണ്. ലോ ആംഗിളിന്റെ പർപ്പസ് ആ ക്യാരക്ടറിന്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഹൈ ആംഗിളിന്റെ പർപ്പസ് എന്തായിരിക്കും? ഹൈ ആംഗിൾ എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് പിടിക്കുന്ന അതിന്റെ പർപ്പസ് എന്തായിരിക്കും?
നമ്മൾ ഹൈ ആംഗിൾ ഒരു ക്യാമറ പിടിച്ച് കഴിയുമ്പോൾ ആ വ്യൂ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കാണുന്ന വ്യക്തിയാണ് സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. ശരിയല്ലേ? ഹൈ ആംഗിളിലുള്ള വിഷ്വൽ എന്തായിരിക്കും? ആ സബ്ജക്റ്റ് വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? കാണുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതിന്റെ ചെറുപ്പം എന്ന് വെച്ചാൽ വയസ്സല്ല ഉദ്ദേശിച്ചത്, അതിന്റെ ആ വലിപ്പക്കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈ ആംഗിൾ ഷോട്ട് എടുക്കുക. പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു അകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ആകെ പെട്ടുപോയി, അങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക എന്താ പറയുക ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹൈ ആംഗിൾ ഷോട്ടുകൾ എടുക്കുന്നത്. മൂന്ന് ആംഗിളിന്റെ പർപ്പസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോ ആംഗിളിന്റെ പർപ്പസ് എന്താ? ആ ഒരു വലിപ്പം കാണിക്കാനുണ്ട്. ഹൈ ആംഗിളിന്റെ ചെറുതാണ് എന്നുള്ളത് കാണിക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടി സ്ട്രൈറ്റ് ഓൺ നമ്മൾ നോക്കി കാണുന്ന ആംഗിൾ. അടുത്തൊരെണ്ണമാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. കണ്ടിന്യൂറ്റി എന്താ? കണ്ടിന്യൂറ്റി തുടർച്ച. മലയാളമാണ്. സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ സംബന്ധിച്ച് വാട്ട് ഈസ് കണ്ടിന്യൂറ്റി? പറഞ്ഞോ, എന്താണ്? തോന്നൽ. അതായത് ഏതൊരു സിനിമ നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തി, ഞാൻ തിയേറ്ററിൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി പറയുകയാണ് എന്താണ്, ഞാൻ പൈസ കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി വന്ന ആളല്ല, ഇതൊരു സിനിമയല്ല, ഇതെന്താണ് റിയലായിട്ട് നടക്കുന്ന ഒരു കഥയാണ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ, ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായി, പുലി മുരുകനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്കത് ഒരു ഫീല് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത് എന്നിട്ട് അത് ഗ്രാഫിക്സ് ആണ്. അത് പുലി എന്നല്ല ശരിക്കും. മുരുകൻ മോഹൻലാൽ ഇപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എവിടെ ഉണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സിനിമ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, അല്ലേ? സിനിമ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നു. അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഇന്നലെയും കൂടി ഇന്റർവ്യൂ ഉള്ളതാ, മോഹൻലാൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഡിസ്ബിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു അവിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഷോട്ടുകളുടെയൊക്കെ കണ്ടിന്യൂഷൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ മൊമെന്റിൽ ചിന്തിക്കും, ഓ നമ്മൾ തിയേറ്ററിലാണ്, നമ്മളെ കഥയിൽ നിന്ന് മാറി തരും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവളെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് തല്ലുന്നു, കുഴപ്പമില്ല, ക്യാരക്ടറാണ് പല്ല് പോകുന്നു. എന്താണ് ക്യാരക്ടർ? ലെഫ്റ്റ് ഹാൻഡറാണ്. ഞാനിങ്ങനെ തല്ലുന്നതിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്നത്. ഈ ഷോട്ടിന്റെ ബാക്കി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാവും എടുക്കുക. കാരണം ചിലപ്പോൾ ഒരു തല്ലിൽ ചിലപ്പോൾ ഇവിടെ നീര് വന്നിട്ടുണ്ടാവും. ആ നീര് മാറിയിട്ട് അവൻ ചിലപ്പോൾ വീണ്ടും ഈ ഷോട്ട് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ നീര് പാടില്ലല്ലോ, നീര് മാറ്റിയിട്ട് വേണം എടുക്കാൻ. വീണ്ടും അതേ ഷോട്ട് എടുക്കുകയാണ്. ഇദ്ദേഹം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ്, യൂഷ്വലി റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാരക്ടറാണ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിവിടെ തല്ലുന്നത് ഈ കൈ കൊണ്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? മറ്റേ ഷോട്ടിൽ ഈ കൈ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, മുഖത്ത് കൊള്ളുന്നതാണ് അടുത്ത ഷോട്ട് എടുത്ത് വെച്ചേക്കണത്. അത് ഇവിടെയല്ല കൊള്ളുന്നത്, ഇവിടെയാണ്. അപ്പോൾ തന്നെ ഓഡിയൻസിന് മിസ്സിങ് മനസ്സിലാവും, എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. അതെന്ത് സംഭവിക്കുകയാണ്? ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവരേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷോട്ടുകളുടെ കാര്യത്തിൽ. ഇനി വാച്ച്, ഇപ്പം എനിക്ക് 2 വാച്ച് ഉണ്ട്. ഞാൻ ഇന്ന് ഇത് കെട്ടിട്ട് വന്നു, അടുത്ത ദിവസം ഷൂട്ടിന് വരുമ്പോൾ വേറെ വാച്ച് കെട്ടിട്ട് വന്നു. വാച്ച് മാറിയാലും ഇതേ പ്രശ്നം തന്നെ സംഭവിക്കും. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ട് എടുക്കുമ്പോൾ വരാൻ സാധ്യതയുള്ളൊരു മാറ്റം എന്തായിരിക്കും? 2-3 ദിവസം കഴിഞ്ഞിട്ട് താടി മാറ്റാൻ കുഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോഴെന്ത് ചെയ്യണം? അതിൻ്റെ കണ്ടിന്യൂഷൻ പിടിക്കണം. അപ്പം ഇത് കണ്ടിന്യൂഷൻ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സിനിമയായിട്ട് മാറുന്നത്.
ഞങ്ങൾ കടുകൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടിന്യൂഷൻ്റെ ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങൾ വരും. സമയമില്ലായ്മയൊക്കെ വരുന്ന സമയത്ത് അവസാനം എങ്ങനെ നിന്നക്കണ കൈ ആസ്വദിച്ച് നിന്നാണ് അടിച്ച് എന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് അടുത്ത് ഷോട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പ്രശ്നം വരും. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഒരു വിഷ്വൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ട് പല വിഷ്വൽസും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കണ്ടിന്യൂഷൻ്റെ ബ്രേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായ പല സമയത്ത് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള പല വിഷ്വൽസ്. ക്ലിയർ? അപ്പോൾ ഓരോന്നിനും ഈ കണ്ടിന്യൂറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു തവണ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഡയലോഗുകളില്ലാതെ ഞങ്ങൾ ഒരു ഷൂട്ട് നടത്തിയത് ഒരു 3-4 സ്ഥലത്തായിട്ടാണ്. പക്ഷെ അതെല്ലാം ഒരുമിച്ച് വന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ചെന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ്, കൂട്ടുകാരൻ ഉള്ളിലുള്ള ഒരാളെ വിളിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡയലോഗൊന്നും വേണ്ട. ഇപ്പോൾ സുഭാഷ് എന്നുള്ളൊരു പേര്, സുഭാഷ് എന്ന് വിളിച്ചാൽ മതി, സുഭാഷ് എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ചുകൂടി മെയിനായിക്കോട്ടെ എന്ന് വിളിച്ചിട്ട് വന്ന ആള് എന്ത് വിളിച്ചു? ഡാ സുഭാഷ് എന്ന് വിളിച്ചു. സ്ക്രിപ്റ്റ് ഇല്ല നമ്മുടെ. അപ്പോൾ അത് നന്നായിട്ട് അത് എഴുതാത്തത് കൊണ്ട് അവൻ്റെ നാച്ചുറലി ഇതിൽ വിളിച്ചു. ഈ സുഭാഷിൻ്റെ ഷൂട്ട് എടുക്കുന്നത് വേറെ വീട്ടിലാണ്. അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വേറെ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് എടുക്കണം. അപ്പോൾ സുഭാഷിൽ നിന്ന് തിരിച്ച് പറയണതുണ്ട്, വരുന്നൂടാ എന്നുള്ളൊരു കാര്യം പറയണം. അത്രേ ഉള്ളൂ. അതാണ് കൺസെപ്റ്റ്. സുഭാഷ് എന്ത് ചെയ്തു? ഉള്ളിൽ നിന്ന് ഡാ വരുന്നൂടാ എന്ന് പറഞ്ഞു. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ എന്താ പ്രശ്നം അറിയോ? ഒരു 100 ഡാ സുഭാഷ് ഡാ വരുന്നൂടാ ഇങ്ങനെ ഡാ എടുക്കുകയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് കടയിലൊരു കമന്റ് എടുക്കുന്നതാണ്, ഇത്രമാത്രം ഡാ ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിറം സിനിമ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 126 256 അങ്ങോട്ട് തവണ ഡാ ഉപയോഗിച്ചത്. അത് ഈ പ്രശ്നമാണ്. ഇല്ലടാ പോടാ നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 200 എത്രയുടെ നമ്പറാന്ന് തോന്നുന്നു കഴിഞ്ഞ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടുള്ള കാര്യമാണ്. അടുത്തൊരെണ്ണമാണ് കട്ടിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. എഡിറ്റിംഗ് അറിയാവുന്ന കുറച്ച് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും അറിഞ്ഞു വെക്കണം. ഒരു എഡിറ്റിങ്ങിനെ ഒന്ന് നമ്മുടെ ക്ലിപ്പ് കൊണ്ടുവന്ന് ഇടാനായിട്ട്, ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടിടാനായിട്ട്, ഇതിൻ്റെ ഇടയിലൊന്ന് കട്ട് ചെയ്യാനായിട്ട്, രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കാനായിട്ട് ഇത്രയെങ്കിലും ബേസിക് അറിഞ്ഞിരിക്കണം. എനിക്കറിയില്ല, ഇതിനകത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ആരെങ്കിലും ആദ്യമായി വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കോഴ്സ് കൂടിയിട്ടാണോ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ചത്? ഇൻസ്റ്റ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് കോഴ്സ് കൂടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. അത്രേ ഉള്ളൂ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് ഇത്രയും പണിയുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് കോഴ്സ് കൂടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എഡിറ്റിംഗ് എന്താ പറയുക, കുറച്ചുകൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ആദ്യ അവസാനമൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് റെഡി ആവാനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ചിലപ്പോൾ ക്യാമറയിൽ എടുക്കുന്നുണ്ടാവും. റോളിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തൊട്ട് ക്യാമറ ഓണായി. റോളിംഗ് എന്ന് പറയുമ്പോൾ ക്യാമറ ഓണായി. പിന്നെ ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആക്ഷൻ വരുന്നുള്ളൂ. ഡയലോഗ് ആണെങ്കിൽ ഡയലോഗ്, ആണെങ്കിൽ ആക്ഷൻ വരുന്നു. അപ്പോൾ ഈ ക്യാമറ ഓണായ തൊട്ടുള്ളതൊക്കെ അതിൽ കിടപ്പുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ പിടിക്കുന്നതൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളയണം നമുക്ക്. അപ്പോൾ അതിനെ അവിടെ കറക്റ്റ് സ്ഥലത്ത് കട്ട് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്നത്, അതൊക്കെ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം. അതാണ് മൂന്നാമത്തെ ഒരു സി. അടുത്തൊരു സി ആണ് ക്ലോസപ്സ്. ക്ലോസപ്സ് എന്ന് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ ഷോട്ടുകൾ എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാടകം കാണുന്ന പോലെ ഇപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ക്ലാസ്സിന് പകരം നാടകം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇവിടെ ഞാൻ അഭിനയിക്കുന്നു. ഞാനിവിടെ നിന്നിട്ട് വളരെ ഇമോഷണലായിട്ട് കരയുന്ന ഒരു കാര്യം ഈ ക്യാമറയിൽ കിട്ടുമ്പോൾ ഒരു കുഞ്ഞി ഒരാളായിട്ട് കരയുന്നതായിട്ടാവും കിട്ടുന്നത്. ആ ഫീല് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടണമെന്നില്ല. ഫീല് കിട്ടാൻ എന്ത് ചെയ്യണം? ചിലപ്പോൾ അത് ക്ലോസ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഒരു ഷോട്ട്. അപ്പോഴാണ് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അതാണ് ഷോട്ടുകൾ മാറി മാറി വയ്ക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നതാണ്.
അവസാനത്തെ സി കമ്പോസിഷനാണ്. കമ്പോസിഷൻ എന്ന് പറഞ്ഞതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഒരു സീൻ ഭംഗിയാക്കി എടുക്കുക എന്ന് പറയുന്നത് അത് എന്താ പറയുക, ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയാണ്. അതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. മൊത്തത്തിൽ കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അതാ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യാന്നൊക്കെ പറയില്ലേ, ഡാൻസൊക്കെ കൊറിയോഗ്രാഫി ചെയ്യാന്ന് പറയും. നാടകമൊക്കെ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നതിന് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ കമ്പോസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, ബ്രേക്കിൻ്റെ ആവശ്യമില്ല ഇല്ലേ? നമുക്ക് പെട്ടെന്ന് എടുക്കാം. 5 C's ഏതൊക്കെയാ? ക്യാമറ ആംഗിൾസ്, കണ്ടിന്യൂറ്റി, കട്ടിങ്, ക്ലോസപ്സ്. ഓക്കെ, കമ്പോസിഷൻ. കമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് റൂളുകളുണ്ട്. അതൊന്ന് പറയും. നിങ്ങൾക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ഒന്ന്, മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുക്കുന്നത് നല്ലതാണ്. ചില റൂളുകളാണ്. റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണ ക്യാമറ എടുക്കുമ്പോൾ അതിന്റെ സെറ്റിംഗ്സിലെ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ എത്ര അടി തിരിച്ചിട്ടുണ്ടെന്ന് നോക്കി, എത്ര വരകളുണ്ടെന്ന് നോക്കിയാൽ ഇങ്ങനെ 2 ലൈനും ഇങ്ങനെ 2 ലൈനും അല്ലെ, ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 വരകളെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ 2 വരയും ഇങ്ങനെ 2 വര. നമ്മള് ഒരു ഷോട്ട് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ശരി സെൻട്രലിലേക്ക് നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. സാധാരണ അങ്ങനെയല്ലേ എടുക്കുക? ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ എടുക്കുക. പക്ഷെ ആ ഒരു എടുക്കുന്നതിന് അവിടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നതിന് പകരം ഗോൾഡൻ പോയിന്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. റൈറ്റ് സൈഡില് ആ 2 വരകൾ കൂട്ടി യോജിക്കപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ഭംഗി കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം, സെന്ററിൽ പ്ലേസ് ചെയ്യാതെ. അതിനെയാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു പിക്ചർ. ഈ മരത്തിന് ഈ സെന്ററിലെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്, മറിച്ച് ഈ ഗോൾഡൻ പോയിന്റ്സുകളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, സൈഡിലേക്ക് നീക്കിയിട്ട് പ്ലേസ് ചെയ്തിരിക്കുക. അപ്പൊ അത് ഭംഗിയുള്ള ഒരു കമ്പോസിഷന് ഉള്ള സാധ്യതയാണ്. അതാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് നീങ്ങി അതിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സെന്റേർഡ് കമ്പോസിഷൻ സിമെട്രിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അത് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ സബ്ജക്റ്റിന് എങ്ങനെയെങ്കിലും സെന്ററിൽ കൊടുക്കുന്നത് സാധാരണ ചെയ്യുന്നതാണ്. സിമെട്രിക് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് അതും ഭംഗിയില്ലാത്തതൊന്നുമല്ല, ഒരു കമ്പോസിഷന്റെ ഭാഗമാണ്. അടുത്തൊന്നാണ് ഫോർഗ്രൗണ്ട് ഇന്റർസെക്ഷൻ ആൻഡ് ഡെപ്ത്. നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു മൈക്ക് പതുക്കെ ഫ്രണ്ടിലേക്ക് കൊടുക്കുക, ഇലയൊക്കെ കൊടുക്കുന്നതാണ്, പൂക്കളൊക്കെ കൊടുക്കുന്നതാണ്. അതിന്റെ പർപ്പസ് ഈ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന അതിനകത്തും നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന മെയിൻ സബ്ജക്റ്റ് ബാക്കിലാണ്, അതിനും കൂടെ ഒരു ഡെപ്ത് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതാണ്
അത് നമ്മൾ നാച്ചുറലി ചിലപ്പോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചില സാധനങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടും. ഇപ്പോ പല്ലിശ്ശേരി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചില ഷോട്ടുകൾ നല്ല രസമായിട്ടുള്ളതാണ്. ഒരു എന്താണ് എട്ടുകാലിൻ്റെ ഒക്കെ ഒരു വല, അതായിരിക്കും ഷോട്ടിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ബാക്കിലൂടെ ആളുകൾ നടന്നു പോകുന്നതിന്റെ വിഷ്വലൊക്കെ എടുക്കാറ്. അതൊരു കമ്പോസിഷന്റെ ഭാഗമാണ്. നിങ്ങളൊരു ഫ്രെയിമിലേക്ക് പതുക്കെ അതിനെ ഒതുക്കുക. അതിപ്പോ ചിലപ്പോൾ കറക്റ്റ് ജനാല കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില റോഡുകളിലൂടെ നമ്മൾ പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും മരങ്ങൾ ഇങ്ങനെ ഇട്ടിടും. അതൊരു ഫ്രെയിമാണ്, മനസ്സിലായോ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഫ്രെയിമുകൾ കാണാനായിട്ട് അങ്ങനെയും വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് കുറച്ചുകൂടി ഭംഗി കൂടുതൽ തരും എന്നുള്ളതാണ്. ലീഡിംഗ് ലൈൻസ്, ഈ സാധാരണക്കാര് അല്ലെങ്കിൽ ഒരാള് കാണാത്തത് കാണുക എന്ന് പറയുന്നതാണ് വീഡിയോഗ്രാഫറുടെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറുടെ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒക്കെ കഴിവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ ഞാൻ ഈ ലൈനിൽ ഇങ്ങനെ പോയി അവിടെ എത്തിച്ചേരുന്നത് പോലെ നമുക്ക് തോന്നാം. നമ്മൾ നോക്കുമ്പോൾ എന്താ ഒരു ടൈമിട്ട് വെച്ചിരിക്കുന്നു, എത്രയും ഉണ്ടാവും. പക്ഷെ ചില ലൈനുകളൊക്കെ ചില സബ്ജക്റ്റിലേക്ക് കൊണ്ടെത്തിക്കും. ചില ആംഗിളിലൊന്ന് മാറി എടുത്ത് കഴിയുമ്പോൾ അതിനെ കുറച്ചും കൂടി ആ ഒരു സബ്ജക്റ്റിലേക്ക് എല്ലാ ലൈനുകളും എത്തുന്നത് പോലെയുള്ള ഫീലൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അത്തരം കോമ്പോസിഷനെ ഈ ലീഡിംഗ് ലൈൻസ് എന്ന് പറയുന്ന നോക്ക് ഈ വൈറ്റ് കളർ ഇരിക്കുകയും ചെയ്യും. അത് ഫോട്ടോഗ്രാഫർ കണ്ട ലൈൻസ് ആണ്. അതേസമയം കൈ ഉണ്ട്, പക്ഷെ എല്ലാ ലൈനും ആ പറയുന്ന ടവറിലേക്ക് പതിക്കെത്തുന്നത് പോലെയാണ്. ഈ വൈറ്റ് ലൈൻസ് ഒക്കെ അവിടെ ഇല്ലാത്തതാണ്. അത് ഫോട്ടോഗ്രാഫർ കാണുന്നതാണ്, മനസ്സിൽ കാണുന്നതാണ്. അതാണ് ലീഡിംഗ് ലൈൻ. നമ്മളൊരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ആ ടവറായിരിക്കും. അതാണ് അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്. റെഡി? ഇനി ഒരു കാര്യം ഇടയിലൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ 2 മണിക്കൂറിന്റെ സിനിമ നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം അതിന്റെ കഥ മാത്രം നന്നായതുകൊണ്ടല്ല, ആ വിഷ്വലിലൂടെയാണ് നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. ചില വിഷ്വൽസ് ആണ് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യത. അപ്പൊ അതിന് ഈ ഷോട്ടുകൾ, ഈ കോമ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇത് സെന്റർ തന്നെ ആവണമെന്നില്ലല്ലോ, ലൈൻസിന് മാറ്റം വരാം. ഇവിടെയും ഒരു ലീഡിംഗ് ലൈൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീഡിയോയിലൂടെ അകക്കണ്ണെന്നൊക്കെ പറയും നമ്മൾ. ലീഡിംഗ് ലൈൻ ചില സ്ഥലത്ത് നമ്മൾ ക്യാമറ വെച്ച് കഴിയുമ്പോൾ അവിടെ ഓൾറെഡി ചിലപ്പോൾ അങ്ങനെ ആരും വരച്ചു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ക്യാമറയിലേക്ക് പറയുന്ന ട്രയാങ്കിളൊക്കെ രൂപപ്പെടുന്നത് കാണാനായിട്ട് ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ ആ വൈറ്റ് ലൈൻസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ എവിടെയൊക്കെയോ ഈ പറയുന്ന ട്രയാങ്കിളും ഡയഗണലൊക്കെ ഉണ്ട് എന്നാണ് അല്ലേ? ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ അതിനടുത്ത് അറിയാതെ ചില ഡയഗണൽസ് രൂപപ്പെടുകയാണ്. അത് കാണാൻ അതൊരു കോമ്പോസിഷനാണ്. ഇതൊരു ഹോട്ടലിനെയാണ്, ഇതേ ജില്ലേ പാരീസിലൊരു ഹോട്ടലാണ്. പക്ഷെ ഈ ഒരു ആംഗിൾ എടുത്തപ്പോൾ ആ ഹോട്ടലിനെ അവിടെ കുറെ ട്രയാങ്കിൾസും ഡയഗണൽസും നമുക്ക് കാണാനായിട്ട് അങ്ങനെയും ഫോട്ടോ എടുക്കാൻ കഴിയും. അടുത്തൊന്നാണ് പാറ്റേൺസ് ആൻഡ് ടെക്സ്ചേഴ്സ്. ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോൾ അതൊരു പാറ്റേൺ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കണ്ടുണ്ടാവും. കുറെ തേയില ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെടികൾ നട്ടിട്ടുള്ളത് കൊണ്ട് അതിന് മുകളിൽ നിങ്ങൾ ലീവ് കൊടുത്തു കഴിയുമ്പോൾ അതൊരു പാറ്റേൺ ആയിട്ട് മാറും. ടൈൽസുകൾ ഇനി നിങ്ങൾ ഏറ്റവും ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ഒരു പാറ്റേൺ ആണ്. കാരണം ഒരേ കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതൊരു പാറ്റേൺ ആയിട്ട് മാറും. അതൊരു ഭംഗിയുണ്ട്. ആ ഒരു കോമ്പോസിഷനും ഭംഗിയുണ്ടായിരുന്നു.
ഒരാഴ്ചയാണ് സൗന്ദര്യം വർദ്ധിക്കാനുള്ള 7 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട 5 സിനിമകൾ. അത് ചിലപ്പോൾ 6 എന്ന് പറയില്ല, 4 എന്ന് പറയില്ല, പകരം ഓഡ് നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഓഡിനെ എന്തോ നമ്മുടെ സൈക്കോളജി ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതാണ്. ഒരു 2 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ ഭംഗിയാണ് അത്ര 3 പേരുടെ ഫോട്ടോ എടുക്കുന്നത്. അത് ഓഡ് നമ്പറിന്റെ പ്രത്യേകതയാണ്. അതൊരു സൈക്കോളജി ആണെന്ന് പറയുന്നത്. സൈക്കോളജി പഠിച്ചിട്ടുള്ള ചോദിക്കേണ്ടി എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പലതും പരീക്ഷിച്ച് എഴുന്നേക്കണില്ലായിരുന്നു. മടപ്പ് വിളിക്കണം. ആയിരിക്കും, എനിക്കറിയില്ല. ചിലർക്ക് അലാം പോലും വേണ്ട. ഒരു 10 മണി. ഓക്കെ, റൂൾ ഓഫ് ഓഡ്സ് ഇതാണ് ഒരു ഉദാഹരണമാണ്. അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, സബ്ജക്ട്സ് ഉണ്ട്? 3 പേരാണ്. ഒരു സ്ഥലം ബ്ലാങ്കാ, എന്നാൽ പോലും അതിനൊരു ഭംഗിയുണ്ടെന്നാ പറഞ്ഞത്. റെഡി? കമ്പോസിഷൻ റൂൾ ഓഫ് ഓഡ്സ് എന്നുള്ളത്, ഫിൽ ദ ഫ്രെയിം. ഒരു ഫ്രെയിം ഫുള്ളായിട്ട് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും, അതിനൊരു ഭംഗിയുണ്ട്. ഞാൻ എന്താ പറയാ, അത്ഭുത ദ്വീപ് കണ്ടിട്ടുണ്ടോ? അത്ഭുത ദ്വീപ് കണ്ടിട്ടുണ്ടോ? ആ അത്ഭുത ദ്വീപിലെ മനുഷ്യരെ തിന്നുന്ന നരഭോജികളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ ഒരു നരഭോജി അയാളുടെ വായയിൽ ഇങ്ങനെ ഇറച്ചി കടിച്ചിട്ട് അത് മാത്രമാണ് സ്ക്രീൻ, ഇത്രയും വലിയ സ്ക്രീനില് അത് മാത്രം. നമുക്കിങ്ങനെ ഈ മനുഷ്യനെ പിന്നീട് ഇയാൾ ഇതിലുണ്ട്, ടോൾ മാൻ അസോസിയേഷനുണ്ട്, ഇടയ്ക്ക് തൃശ്ശൂർ കാണാം. ഇയാളെ കാണുമ്പോഴൊക്കെ എനിക്ക് ആ സീൻ ഓർമ്മ. ഫിൽ ദ ഫ്രെയിം ഫുള്ള് ഒരാളെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ സിനിമകളിലത് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഒരു എക്സ്ട്രീം ക്ലോസപ്പ് ഒക്കെ എടുക്കുന്ന സമയത്താണ് കൂടുതൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. ഫിൽ ദ ഫ്രെയിം എന്ന് പറയുന്നത് 2 ഫോട്ടോ ആണ് കേട്ടോ. ഫുള്ള് ഫില്ലാണ്. ഇതിനും വളരെ കുറച്ച് സ്ഥലം മാത്രം ഗ്യാപ്പുണ്ട്, ബാക്കി മുഴുവൻ ഫില്ല് ചെയ്ത് എടുക്കാം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലീവ് നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഉള്ള സബ്ജക്റ്റാണ്, പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട് എന്നാണ്. അതും ഒരു ടൈപ്പ് ഓഫ് കമ്പോസിഷൻ. റൂൾ ഓഫ് തേർഡ്സ് പോലെ തന്നെ സിമെട്രിക്കലായാലും ഭംഗിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഫിൽ ദ ഫ്രെയിമിനും ഭംഗിയുണ്ട്, ലീവ് ദ നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നതിനും ഭംഗിയുണ്ട്. ഒരു 10 റൂൾസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഏതെങ്കിലും പേരുകൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞോ. റൂൾ ഓഫ് തേർഡ്സ്, ഫ്രെയിം വിത്തിൻ ദ ഫ്രെയിം, ഗോൾഡൻ പോയിന്റ് റൂൾ ഓഫ് തേർഡ്സിൽ വരുന്നതാണ്. പിന്നെ റൂൾ ഓഫ് ഓഡ്സ്, ഓഡ്സ് അല്ലാട്ടോ, ഡയമണ്ട്സും ട്രയാങ്കിൾസും, പാറ്റേൺസ് ആൻഡ് ടെക്സ്ചേഴ്സ്, ഫിൽ ദ ഫ്രെയിം, നെഗറ്റീവ് സ്പേസ്, പിന്നെ ലീഡിങ് ലൈൻസ്. ഫോർഗ്രൗണ്ടിൽ നമ്മൾ കുറച്ചുകൂടി അത് ഫോക്കസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെപ്ത് കിട്ടുന്നു എന്ന് പറയുന്നൊരു കാര്യം. പിന്നെ ഡയഗ്രാംസ് ആൻഡ് ട്രയാങ്കിൾസ്, സിമെട്രിക്കല്. ഓക്കെ, ഇനി ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കും. ഈ 10 എണ്ണത്തില് ഏതെങ്കിലും ഒരു റൂൾ കീപ്പ് ചെയ്തിരിക്കും. എന്നിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റണം, എൻ്റെ ഫോട്ടോ നോക്കി ഇത് ഈ റൂൾ അനുസരിച്ച് ചെയ്തതാ എന്ന് പറയാൻ പറ്റുന്നു. ക്ലിയർ? റെഡി? അപ്പോ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ ഫ്രെയിമിനും ഓരോ ഫോട്ടോയ്ക്കും ഓരോ വീഡിയോയ്ക്കും അർത്ഥമുണ്ട് എന്നുള്ളൊരു കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തു എന്നുള്ളത്, എന്തുകൊണ്ട് ഈ ഫോട്ടോ നിങ്ങൾ ഇങ്ങനെ കമ്പോസ് ചെയ്തു അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ കമ്പോസ് ചെയ്തു എന്നുള്ളതിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ 10 റൂൾസ് ഒരു 10 കമാൻഡ്മെന്റ്സ് പോലെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. റെഡി? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് പല ഷോട്ടുകൾ കാണാം. എന്താണ് പല ഷോട്ടുകൾ എടുക്കുന്നതിന്റെ ഒരു കാര്യം കാണാം.
അതിനൊരു ഷോർട്ട് എന്താന്ന് വേണം. എന്താണ് ഷോർട്ട്? ബേസ് അറിയാണ്ട് കൊണ്ട് കാര്യമില്ല. ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഒരു കട്ട് വരുന്ന വരെയുള്ളതാണ് ഷോർട്ട്. എഡിറ്റിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്, വീഡിയോ എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വീഡിയോ ഓണാക്കി, ഇതാണ് റോളിംഗ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. പണ്ട് റോളിംഗ് എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു, അതുകൊണ്ടാണ് റോളിംഗ് പറയണത്. നമ്മളിത് ഓണാക്കി പോയിക്കൊണ്ടിരിക്കുന്നു, ഓഫാക്കി, അതാണ് ഒരു ഷോട്ട്. ഒരു ക്യാമറ അത് ഓണാക്കുന്ന ഉദ്ദേശിച്ച് ഷോട്ട് അത് ഓണാക്കിയാണ്. ക്യാമറ ഓണാക്കുക എന്നുള്ളതല്ല, ഷോട്ട് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യാനുള്ളത് റെക്കോർഡിങ് ഓണാക്കി ഓഫ് ആക്കുന്നത് വരെയുള്ളതാണ് ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഇത് ഇത്ര സമയം പാടുള്ളൂ ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. പല പല ഷോട്ടുകൾ ചേരുന്നതാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആഡ് എന്നൊക്കെ പറയുന്നത്. പല പല ഷോട്ടുകൾ ചേരുന്നതാണ്. ഇനി ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ വേർഡ് എന്ന് പറയുമല്ലോ, ഒരു സെന്റൻസിലെ വേർഡ് പോലെയാണ് ഷോർട്ട് എന്ന് പറയാറുണ്ട്. പല പല വേർഡുകൾ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതാണ് ഒരു സെന്റൻസ്, അല്ലേ? ഇതേപോലെ തന്നെയാണ് പല പല ഷോട്ടുകൾ ചേർത്ത് വെക്കുന്നതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. പലതരം ഷോട്ടുകളുണ്ട്. ഓരോ ഷോട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പർപ്പസുകളും ഉണ്ട്. ഒരു ഷോട്ടുകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ സെർഗേയ് ഐൻസ്റ്റൈൻ ആണെന്ന് പറഞ്ഞത് കേട്ടോ. ഷോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേർഡ് പോലെയാണ് എന്ന് പറഞ്ഞത്. പരീക്ഷയ്ക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഷോർട്ട് ടൈപ്പ്, ഇതാണ് ബേസിക് 3 പില്ലേഴ്സ്. ഈ പേരുകൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ലോങ് ഷോട്ട്, മീഡിയം ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്. കേട്ടിട്ടില്ലേ? ലോങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ഷോട്ട്. മീഡിയം ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഷോട്ട്. ക്ലോസപ്പ് ഷോട്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഇതിന്റെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഷോട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പേരുകള്? സബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ഡിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ഈ ഷോട്ടുകൾക്ക് ഈ ബേസിക് പില്ലറുകൾ എന്നുള്ള ഈ പേരിടാനുള്ള കാരണം. ഇതിന്റെ തന്നെ മിക്സ് ചെയ്ത് വരുന്ന പല കമ്പോസിഷൻസ് ഉണ്ട്, പല ഷോട്ടുകളും ഉണ്ട്. ഓക്കെ. ലോങ് ഷോട്ട് എടുക്കുന്നത് എന്തിനാ? ഇതിന്റെ പർപ്പസുകളും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ഷോട്ട് വെറുതെ എടുത്ത് പോണ പോലെ ഇരിക്കും. ലോങ് ഷോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സബ്ജക്റ്റ് അതിനകത്ത് പെടണം എന്നുള്ളൊരു കാര്യം ഓർക്കണം. അപ്പൊ അവിടെ നിന്ന് ക്യാമറയിൽ എങ്ങനെയത് കാണണ്ട? ഞാനുണ്ട് അതിനകത്ത്, ഞാൻ ഫുള്ളായിട്ടുണ്ട്, എന്നെ കാണാനുണ്ട്, ശരിക്കും ഉണ്ട്. അതിനാണെങ്കിൽ നമുക്കൊരു ലോങ് ഷോട്ട് എന്ന് പറയാം. ശരിയല്ലേ? എന്നെ ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഞാനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അത് ലോങ് ഷോട്ടിൽ നമുക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണ്. സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സബ്ജക്റ്റ് നിൽക്കുന്ന ഏരിയ ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ. അടുത്തൊരെണ്ണമാണ് എക്സ്ട്രീം ലോങ് ഷോട്ട്. എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്ട്രീം ലോങ് ഷോട്ട് എന്തായിരിക്കും? ആകാശത്ത് നിന്ന് എടുക്കണമാണ് എക്സ്ട്രീം ലോങ് ഷോട്ട്. കുറച്ചും കൂടി ബാക്ക് പോയി അത്രയും അകലേക്ക് പോയിട്ട് എടുക്കുമ്പോൾ സബ്ജക്റ്റ് ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല. റെഡി? ചിലപ്പോ ഒരു ഗ്രൗണ്ട് കുറെ കുട്ടികൾ കളിക്കുന്നത്, അതായിരിക്കും നമ്മൾ ചിലപ്പോൾ എടുക്കുക. അപ്പൊ അതിന്റെ ഗുണം എന്താ? അതിന്റെ പർപ്പസ് എന്താ? എക്സ്ട്രീം ലോങ് ഷോട്ടിന്റെ പർപ്പസ് എന്താ? എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഷോട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് വിളിക്കാറുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, എവിടെയാണ് കഥ നടക്കുന്നതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരുന്നത് കൊണ്ടാണ് അതിനെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് വിളിക്കാറുണ്ട്. ചില സിറ്റുവേഷനിൽ ലോങ് ഷോട്ടുകളും എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ലോങ്, എക്സ്ട്രീം ലോങ്, മീഡിയം ലോങ് ഷോട്ട്. മീഡിയം ലോങ് ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ ലോങ് ഷോട്ടിൽ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ മീഡിയം ലോങ് ഷോട്ടിൽ ചിലപ്പോൾ മുട്ട് തൊട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ലോങ് ഷോട്ടിന് തന്നെ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ടുള്ളൊരു ഷോട്ടാണ് മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മീഡിയം ക്ലോസപ്പ് ഷോട്ടാണ്.
മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അര തൊട്ടൊക്കെ എടുക്കാവുന്നത് ആണ്. അത്തരം ഷോട്ടുകളെയാണ് മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത്. അര മുതൽ മുകളിലേക്ക് നമുക്ക് എടുക്കാവുന്ന, അല്ലെങ്കിൽ അത്രയും കൊള്ളാവുന്ന രീതിയിലേക്കുള്ള എടുക്കുന്നതാണ് മീഡിയം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണമാണ് ക്ലോസപ്പ്. ക്ലോസപ്പ് ഷോട്ട് എന്നതിന്റെ പർപ്പസ് എന്തായിരിക്കും? കുറച്ചുകൂടി എക്സ്പ്രഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോട്ടാണ് ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ മീഡിയം ക്ലോസപ്പ് ഷോട്ടിന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് എക്സ്പ്രഷനോട് കൂടെ ആക്ഷനും കൂടി കാണിക്കാൻ പറ്റും. ഇപ്പൊ പകുതി വരെയുള്ള ഭാഗത്ത് ഞാൻ ചിലപ്പോൾ തല്ലുന്നതോ ബോർഡിൽ എഴുതുന്നതോ ഒക്കെ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ ആക്ഷനും കൂടി ഉണ്ടായിരുന്നു. ക്ലോസപ്പിൽ കുറച്ചും കൂടി നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഒക്കെ പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് എക്സ്പ്രഷൻസിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഡയലോഗ്സ് ചിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ളതാണ് ക്ലോസപ്പിന്റെ പ്രത്യേകത. ഇനി അടുത്തൊരെണ്ണമാണ് എക്സ്ട്രീം ക്ലോസപ്പ്. അതിന്റെ പർപ്പസ് എന്തായിരിക്കും? എക്സ്ട്രീം ക്ലോസപ്പിന്റെ പർപ്പസ് എന്തായിരിക്കും? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഇമോഷൻസിന്റെ ഡെപ്ത് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരാള് സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും കരയുന്നു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. സങ്കടപ്പെടുന്ന എല്ലാവരും കരയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ കരച്ചില് മാത്രം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രീം ക്ലോസപ്പ് കൊടുക്കാം. കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നതിൻ്റെ ഒക്കെ ഒരു ക്ലോസപ്പ് കൊടുക്കാൻ വേണ്ടി. ഇനി ചിലപ്പോൾ ഈ എക്സ്പ്രഷൻ തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാറ്റം വരുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ പുരുകത്തിന്റെ മുകൾ ഭാഗം തൊട്ട് ഈ ചുണ്ടിന്റെ അടിവരെയുള്ള ഒരു പോർഷനാണ്. ശരിയല്ലേ? ഇവിടുത്തെ മാറ്റമാണ് പ്രധാനപ്പെട്ട മാറ്റം. അതാണ് കഥകളിയിലും കൂടിയാട്ടത്തിലൊക്കെ പ്രധാനമായിട്ട് രസങ്ങളൊക്കെ പഠിക്കുമ്പോൾ കവിൽത്തരങ്ങളുടെ ഇളക്കം, ചുണ്ടുകളുടെ ഇളക്കം, കൺപോളകളുടെ ഇളക്കം, പുരികത്തിന്റെ ഇളക്കമൊക്കെയാണ് രസങ്ങളിൽ മാറ്റം വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും എക്സ്ട്രീം ക്ലോസപ്പിൽ പെടുത്താവുന്നൊരു കാര്യമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്റ്റൻസ് അനുസരിച്ച് ബേസിക് 3 പില്ലേഴ്സ് പഠിച്ചു. അതിന് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ 6 ഷോട്ടുകളിലേക്ക് എത്തി. ഏതൊക്കെയാണ്? ലോങ് ഷോട്ട്, എക്സ്ട്രീം ലോങ് ഷോട്ട്, medium long shot, medium close-up shot and extreme close-up shot. എല്ലാത്തിനും പർപ്പസ് ക്ലിയർ അല്ലേ? റെഡി. ഇനി അടുത്ത ഒരു കാര്യമാണ് സബ്ജക്റ്റിനനുസരിച്ചിട്ട്, ഒരു ഫ്രെയിമിൽ വരുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേറെ പേരുകൾ നമ്മൾ ഷോട്ടുകൾക്ക് വിളിക്കുന്നതാണ്. സിംഗിൾ ഷോട്ട് എന്ന് വിളിക്കും. സിംഗിൾ ഷോട്ട് എന്ന് എത്ര സബ്ജക്റ്റ് ഉണ്ടാവും? ഒരാളുള്ളൂ. 2 ഷോട്ട് എന്ന് പറയുമ്പോൾ 3 ഷോട്ട്, 3 പേര്. ഈ 2 ഷോട്ടും 3 ഷോട്ടും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 3 പേര് അല്ലെങ്കിൽ 2 പേര് അവർ 2 പേര് ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ? ഇപ്പൊ ഞാനും ഇവിടെ തമ്മിലൊരു കോൺവെർസേഷൻ എടുക്കുന്നു. ഈ ഭാഗത്തു നിന്ന് ഒരു 2 ഷോട്ട് എടുക്കുന്നു. ഞങ്ങൾ 2 പേര് തമ്മിലുള്ള ഒരു സംസാരം 2 ഷോട്ടായിട്ട് എടുക്കുന്നു. അപ്പോ ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. എന്റെ സംസാരം മാത്രമായിട്ട് എടുക്കാം. അത് വേണമെങ്കിൽ ഇവളുടെ സംസാരം എടുക്കാം. ഇനി ഇവള് സംസാരിക്കുമ്പോൾ എന്റെ റിയാക്ഷൻ അടുത്ത ഷോട്ടായിട്ട് എടുക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ ഇവളുടെ റിയാക്ഷൻ അടുത്ത ഷോട്ടായിട്ട് എടുക്കാം. അപ്പൊ എന്താ? ചറവറ കുറെ ഷോട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം ഈ ഒരു കാര്യം എക്സ്പ്രഷൻ അടക്കം റിയാക്ഷൻ അടക്കം ഒറ്റ ഷോട്ടിൽ കിട്ടുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ട് ഈ പറയുന്ന 2 ഷോട്ടുകൾക്കും 3 ഷോട്ടുകൾക്കും. ക്ലിയർ ആണോ? അപ്പൊ ഫ്രെയിമില് ഇത് വരുന്നതനുസരിച്ചിട്ട്. ഇനി ഓവർ ദി ഷോൾഡർ ഷോട്ട്, അങ്ങനെ പേര് കേട്ടിട്ടുണ്ടോ? ഓവർ ദി ഷോൾഡർ. എങ്ങനെയായിരിക്കും അത്? ഒരാളുടെ ഷോൾഡറിന്റെ അപ്പുറത്ത് നിന്ന് മറ്റൊരാളെ എടുക്കുന്നതാണ് ഓവർ ദി ഷോൾഡർ എന്ന് പറയുന്നത്. ഫോക്കസ് എവിടെയായിരിക്കും? ഷോൾഡറിലോ? ഷോൾഡർ ബ്ലർ ആയിരിക്കും. അപ്പുറത്തെ ആളിലാണ് ഫോക്കസ് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് എടുക്കുന്നത്? റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഡയലോഗിന്റെ ഡെപ്ത്, ഇമോഷൻസ് വളരെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷോട്ട് എടുക്കുന്നു. ഒഫീഷ്യൽ അല്ലെങ്കിലും അതിന് വേറെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഇൻഡസ്ട്രിയിലെ, സജഷൻ ഷോട്ട് എന്ന് പറയും. ഒഫീഷ്യൽ നെയിമൊന്നുമല്ല, സജഷൻ ഷോട്ട് എന്നാ പറയാം. ഒരാളുടെ സജഷനിൽ നിന്ന് മറ്റൊരാളെ എടുക്കുന്നത് കൊണ്ടാണ് സജഷൻ ഷോട്ട് എന്ന് വിളിക്കുന്നത്. മമ്മൂട്ടി ഫാൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുള്ളതാണ്, എന്നോട് ക്ഷമിക്കണം. മമ്മൂട്ടി സജഷൻ ഇരുന്ന് കൊടുക്കില്ല എന്നാ പറയുന്നത്. മമ്മൂട്ടിയുടെ എടുത്തു കഴിഞ്ഞാൽ സജഷൻ ഗ്രൂപ്പിനെ വെച്ച് എടുത്തോളാൻ പറയും. കാരണം എന്താ? ഒരു കയ്യിൻ്റെ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സജഷൻ ഷോട്ട് എന്നുള്ളൊരു പേരുണ്ട്. ഓവർ ദി ഷോൾഡർ ഷോട്ട് എന്നാണ് ശരിക്കുള്ളത്.
ഇനി ഓവർ ദി ഹിപ്പ് ഉണ്ട്. ഓവർ ദി ഹിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷോൾഡറിന്റെ ഇവിടെ ക്യാമറ വെച്ചതുപോലെ തന്നെ ഹിപ്പിലെ സൈഡിൽ നിന്ന് ക്യാമറ വെച്ചെടുക്കുന്നതാണ്. ഫോക്കസ് എവിടെയാണ്? അപ്പുറത്താണ്, ഹിപ്പല്ല. ഓക്കെ, ഹിപ്പ് ഫോക്കസ് ചെയ്യുന്ന വേറെ ഷോട്ടുകളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിൽ നിന്ന് അത് എപ്പോഴും ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരാൾ കിടക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഓവർ ദി ഹിപ്പ് കൂടുതലായിട്ട് വേണ്ടി വരും. മോറോലെസ് സെയിം തന്നെ, ഓവർ ദി ഷോൾഡർ പോലെ തന്നെയാണ്. പക്ഷെ ഹിപ്പിൽ എടുക്കുന്നത് കൊണ്ട് ഓവർ ദി ഹിപ്പ് ഷോട്ട് കൊണ്ടൊരു പേരിട്ടിരിക്കണമെന്ന് മാത്രം. ചിലപ്പോൾ ഒരാൾ നിൽക്കുകയും ഒരാൾ കിടക്കുകയും ചെയ്യുന്ന ഷോട്ട് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്രെയിമിനൊരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. അതാണ് ഈ ഷോട്ടിന്റെ പ്രശ്നം. ഓവർ ദി ഹിപ്പിന്റെ ഒരു പ്രശ്നം അതാണ്. എന്തായാലും വാട്ട് ഈസ് POV, പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാമറ സബ്ജക്റ്റിന്റെ കണ്ണായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി കാണുന്നത് പോലെ ക്യാമറ കാണുന്നു. റെഡി? ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. പറവ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, പറവ. ആരുടെയാ? സൗബിൻ ആണത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഷോട്ടിലെ ഒരു പ്രാവ് വന്ന് ഇവൻ ഭക്ഷണം കഴിക്കണ നേരത്തെ, അപ്പൊ ഈ ഭക്ഷണം കഴിക്കണ നേരത്തെ ഒരു പ്രാവ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്രാവിന്റെ POV ആണ്. ക്യാമറ ഇങ്ങനെ ഇളകുന്നതൊക്കെ ആയിട്ട് പ്രാവ് ഇളകുന്നത് പോലെ തന്നെ ക്യാമറയ്ക്കൊരു ഷേക്ക് സംഭവിക്കുക. അത് പ്രാവിന്റെ POV എന്നാണ് പഠിച്ചിരിക്കുന്നത്. റെഡി? POV എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ കണ്ണായിട്ട് ക്യാമറ മാറുന്നു എന്ന് പറയുന്നതാണ്. ഓക്കെ, സിംഗിൾ, 2 ഷോട്ട്, 3 ഷോട്ട്, OTS എന്ന ഓവർ ദി ഷോൾഡർ, ഓവർ ദി ഹിപ്പ്, then POV. ഇതിലെ താഴെ കിടക്കുന്ന ഒരാൾ കാണുന്നതാണ് അവരെ കാണിച്ചിരിക്കുന്നത്. ഹൃദയപൂർവ്വം കണ്ടതല്ല, ഹൃദയപൂർവ്വം കണ്ടു. ഹൃദയപൂർവ്വത്തിന് ആദ്യം മോഹൻലാലിനെ കാണിക്കുന്നതിന് മുമ്പ് ചില ഷോട്ടുകളുണ്ട്. കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? POV. ക്ലിയർ അല്ലേ? അത് ഇതൊരു ചെറിയൊരു ഐഡിയ കിട്ടാം. എക്സ്ട്രീം ക്ലോസപ്പ്, ക്ലോസപ്പ്, മീഡിയം ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, കൗബോയ് ഷോട്ട്, അത് ഞാൻ വേറെ പറഞ്ഞു തരാമല്ലോ. മീഡിയം, ഫുൾ ഷോട്ട്, ഫുൾ ഷോട്ട്. ടേമുകളിൽ വ്യത്യാസമുണ്ട്. കാരണം പല സ്ഥലത്തും, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പേരുകൾ ലോങ് ഷോട്ടിന് പകരം വൈഡ് ഷോട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചില പേരുകളിൽ വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരേ പേര് തന്നെ അല്ല, ഒരേ ഷോട്ട് തന്നെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഓവർ ദി ഷോൾഡർ, ഓവർ ദി ഹിപ്പ്, ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിളി, ഉയരത്തിൽ പറക്കുന്ന ഒരു കിളി താഴേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരു വ്യൂ ആണ്. അതിന്റെ പർപ്പസ് എന്തായിരിക്കും? ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നൊരു പർപ്പസാണ്. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്ന ഡ്രോൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. സിനിമാക്കാർ ചിലപ്പോൾ ഡ്രോൺ ഉപയോഗിക്കണം നിർബന്ധമില്ല. അവര് മറ്റേ ചിപ്പൊക്കെ ഉപയോഗിച്ച് അങ്ങനെ കയറിയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് കയറിയിട്ടാണ് ഷോട്ട് എടുക്കുക. റെഡി? ഇനി അടുത്തൊരു കാര്യം, ഇത് മറ്റേ ക്രെയിൻ വെച്ച് കയറണമെന്നോ ഡ്രോൺ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു വീഡിയോ എടുത്താലും എന്തൊക്കെയാണ്? ബേർഡ്സ് ഐ വ്യൂ ഷോട്ട് തന്നെയാണ്. ഉയരത്തിൽ നിന്നുള്ള ഷോട്ടിന്റെ പേരാണ്. അടുത്തൊന്നാണ് ടച്ച് ആംഗിൾ. അത് ആംഗിൾ അല്ല, ഒരു ഷോട്ടിന്റെ പേരാണ്. ടിൽറ്റ് ഷോട്ട് എന്ന് പറയും. ടച്ച് ആംഗിൾ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സാധാരണ ഇങ്ങനെ ക്യാമറ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ പിടിക്കും. ഇങ്ങനെ ക്യാമറ പിടിക്കുന്നതാണ് ടച്ച് ആംഗിൾ. ഒന്ന് ടിൽറ്റ് ചെയ്ത് പിടിക്കുന്നു. കണ്ടിട്ടില്ല? ഇങ്ങനെ ചില ഷോട്ടുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പർപ്പസ് എന്താ? നമുക്ക് ഇങ്ങനെ ക്യാമറ കാണുകയാണെങ്കിലും നമ്മുടെ മൈൻഡ് ഒരുവിധം കാമാണ്. നമ്മുടെ വ്യൂ കറക്റ്റ് സ്ട്രൈറ്റ് ഓൺ ലൈൻ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ ഇത് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാവും. ശരിയല്ലേ? എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു ഫീൽ ഉണ്ടാവും. ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഷോട്ടുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഫൈറ്റ് സീനുകൾ എടുക്കുമ്പോൾ ഒക്കെ ഷെയ്ക്ക് ആയിട്ടുള്ള ക്യാമറകളായിരിക്കും കൂടുതൽ എടുക്കുക. അത് എന്താണ്, അന്ന് ഗിംബൽ എടുക്കാൻ
ഷോട്ടുകൾ എടുത്തിട്ടുള്ളത് പർപ്പസ്ഫുള്ളി എടുത്തിട്ടുള്ളതാണ്. എന്തിനാണ്? ഓഡിയൻസിന് ആ ഒരു ചെറുക്ക് ഫീൽ ഉണ്ടാവണം. പ്രേത സിനിമകളിലൊക്കെ അങ്ങനെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അത് ഡച്ച് ആംഗിൾ ഷോട്ട് എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, മാസ്റ്റർ ഷോട്ട് അതിലേക്കൊന്നും പോകണ്ടെന്ന് തോന്നുന്നു. ഈ റിഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് ഷോട്ടിനെ കുറിച്ചൊന്ന് പറയാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ പല പല ഷോട്ടുകൾ ഒരേ ഷോട്ടുകൾ ഒരുമിച്ച് വെക്കാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റിന് എടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ എടുക്കണേ, ഇവിടെ എടുക്കാം. ഒരു ഷോട്ട് ഒരു വീഡിയോ എടുക്കും. ഇവിടെ ഒരു ഡയലോഗ് പറയുന്ന ഒരു വീഡിയോ ആണ്, കുറച്ച് ലെങ്തി ഡയലോഗാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവള് പറഞ്ഞ് കുറച്ചായി കഴിയുമ്പോൾ അത് മറക്കും, ഇല്ലേ? എസ് എ പഠിക്കണ പോലെ. അപ്പോ അത് കുറച്ചേരം പറഞ്ഞു കഴിഞ്ഞു, എന്ത് സംഭവിക്കും? ആ രണ്ട് ഷോട്ടുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ഫ്രെയിം അടിക്കുക എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ ഒരു ഷോട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ബാക്കി ഡയലോഗ് ചിലപ്പോൾ ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു ഷോട്ട് എടുക്കേണ്ടി വരും. ഏതാ? ആ, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സിങ് വന്നാ അത് ഉദ്ദേശിച്ചത്. ഞാൻ ഷോട്ടുകൾ മാറ്റം വരുന്നതിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചല്ല. പല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഷോട്ട് മാറി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ് എടുത്തതാണ്, അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ലോങ് ഷോട്ട് ആയിട്ട് എടുക്കുകയാണ്. സ്കിപ്പ് ചെയ്ത പോലെ തോന്നില്ല. അത് അടുത്തൊരു ഷോട്ടായിട്ട് അത് ഇത് മിങ്കിൾ ചെയ്ത് പോവത്. ഇനി അപ്പോ എന്താ സംഭവിക്കണേ? ഒരു ചെറിയ ഫ്രെയിമിൽ നിന്ന് വലിയ ഫ്രെയിമിലേക്ക് പതുക്കെ മാറുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഫ്രെയിമിൽ നിന്ന് ചെറിയ ഫ്രെയിമിലേക്ക് മാറുന്നു. അതാണ് റിഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഷോട്ടുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കണം. ചെറുത് വലുത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് റിഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് ഷോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തൊരു ഷോട്ട് കട്ടവേ. അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും. കട്ടവേ ഷോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂഷന്റെ പ്രശ്നം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ക്ലോക്ക് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വാതിൽ കാണിക്കേണ്ടി വരും. പക്ഷെ നല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ, നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ സീനിന് പറ്റിയ ഓഡിയൻസിന് ഇത് കട്ടവയാന്ന് തോന്നാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട് ഇല്ല, അത് ആ സീനിലുള്ളത് തന്നെ പർപ്പസ്ഫുള്ളി എടുത്തതാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇമേജ് ആയിരിക്കും വയ്ക്കുക. അതാണ് കട്ടവേ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം. ക്ലിയർ ആണോ? ഏതാ? ലിപ്പുണ്ടെങ്കിൽ പെട്ടുപോകും. അങ്ങനെ ചെയ്യാം. അത് ഈ കട്ടവേക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഒരു നമ്മളിപ്പോ ഡയലോഗ് പറഞ്ഞിട്ടുള്ളതില് ചിലപ്പോ ഒരു ഡയലോഗിന്റെ ഒരു കഷ്ണം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ലിപ്പിൽ അത് ചിലപ്പോൾ തെറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? അതിന് പകരം വേറൊരാളുടെ അപ്പുറത്തെ റിയാക്ഷനോ എന്തെങ്കിലും കൊടുത്തിടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ റൂമിലത്തെ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടിട്ട് ആ ബാക്കി ലിപ്പ് നമുക്ക് വോയിസ് ഓവർ പോലെ കയറ്റിയിടാനായിട്ട് പറ്റും. വോയിസ് ഓവർ അല്ല, ഓഫ് സ്ക്രീനിലുള്ള ഡയലോഗ് പോലെ കയറ്റിയിടാനായിട്ട് പറ്റും. കട്ടവേ എന്നുള്ള ഒരു വിഷയം. ഇനി കട്ട് ഇന്നുണ്ട്. കട്ട് ഇന്നിന്റെ പ്രത്യേകത എന്താ? കട്ട് ഇന്ന് പറയുന്നത് കുറച്ചുകൂടി പർപ്പസ്ഫുള്ളി എടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവരുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു ഷോട്ട് എടുക്കും. അടുത്ത ഷോട്ട് ഞാൻ പതുക്കെ കൈ ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകുന്നത് വരെയാണ് ആ ഷോട്ട്. പിന്നത്തെ ഷോട്ട് ഈ ഫോൺ എടുക്കുന്നതാണ്. ആ ഫോൺ എടുക്കുന്നത് മാത്രം ഒരു ക്ലോസപ്പ് ആയിട്ട് വെക്കുന്നു. അടുത്ത ഷോട്ട് പതുക്കെ അത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ആ ഫോൺ നോക്കുന്നതായിട്ടുള്ള അടുത്ത ഷോട്ട് വീണ്ടും ഇത്തിരി ലോങ് ആയിട്ട് വെക്കുന്നു. ഈ ഇടയിലെടുത്ത ഈ ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു പർപ്പസ്ഫുള്ളി ഒരു കാര്യത്തെ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഷോട്ടാണ് കട്ടിങ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ഷോട്ട്. ഓക്കെ, അപ്പൊ അത് ക്ലോസപ്പ് കൊടുക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനിടയിൽ വരുന്ന ഒരു കിച്ചൺ, ആ കിച്ചണിലെ ഒരാള് പാത്രം കഴുകി ആ പാത്രം എടുത്ത് വെക്കുന്നതിന്റെ ഒരു വിഷ്വല്. അവിടെ നിന്ന് പാത്രം കഴുകി വെക്കുന്നതിന് വെച്ചിട്ടുണ്ടാവാം. പാത്രം കഴുകുന്നത് മാത്രം വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തിട്ട്
കട്ടിങ് കൊടുത്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഷോർട്ട് കുറേ ഷോട്ടുകളായില്ലേ? മതി, ഇത്ര ഷോട്ടുകൾ മതി നമുക്ക്. റെഡി മതിക്ക് അപ്പം നിർത്തുക. നല്ല പ്രൊഫസർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് ആ ഷോട്ടുകൾ ഒരു പക്ഷേ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഇതുവരെ നമ്മൾ കഥയെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഷോട്ടുകൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന ഷോട്ടുകളാണെന്ന് നിങ്ങൾ അവിടുന്ന് വിളിച്ച് പറയാൻ പറ്റാം. ഓക്കെ, കഥ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഷോട്ടുകൾ കാണാനായിട്ട് അതിനുള്ളിൽ ഏതൊക്കെ ഷോട്ടുകൾ എടുത്തിട്ടുള്ളതെന്ന് കാണാനായിട്ട് കൂടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ സിനിമ കാണുമ്പോൾ കഥ മാത്രം മനസ്സിലാക്കിയ പോരാ, അഭിനയം മാത്രം മനസ്സിലാക്കിയ പോരാ, എന്തുകൂടി ചെയ്യണം? ഏതൊക്കെ ഷോട്ടുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എങ്ങനെ അത് കമ്പോസ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങൾ പുറത്ത് പിടിച്ച് പറഞ്ഞോട്ടെ അത് ഷോട്ട് എന്നുള്ളത്. ടീച്ചറെ, ഞാൻ ടീച്ചറെ അമ്മാന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, ടീച്ചറാണ്, അതെന്നെയില്ല. അപ്പോ ഇന്ന് മുതൽ ടീച്ചർ എൻ്റെ അമ്മ, എൻ്റെ ടീച്ചറാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ആയിട്ടുള്ള വീഡിയോയാ. വേറെ വല്ല മതി, ചെറുതിട്ടാ മതി. സമയം പോകാതിരിക്കാൻ, എന്റെ സമയം പോകാതിരിക്കാൻ.
ഗിഫ്റ്റ് വേണ്ട ടീച്ചറെ. അത് ഗിഫ്റ്റ് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവൂലേ? ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരൊറ്റ എണ്ണത്തിന് ഉത്തരവാദിത്തല്ലേ? ഇതാരോ പുസ്തകം അങ്ങനെ വിട്ട പറ്റില്ല. സിംഗിൾ ബേബീസ് ഇതേതാണ് പെൺകുച്ച്. ഇവിടെ കുഞ്ഞിട്ടേതാ? അത് എൻ്റെ പുസ്തകം. അശ്വരിയാണല്ലേ? ടീച്ചർ പറ്റില്ല. ടീച്ചർ പുസ്തകം നോക്കി അച്ഛാ ഞാനൊന്നും ഇരുന്നോട്ടെ. നല്ല മന്ത്രി അച്ഛനെ കിട്ടിയോടെ പള്ളി കണ്ടിട്ട് എത്ര നാളും. ബിസിനസ് ഒക്കെ പോകുന്നു. ഇപ്പോ ഫുൾ ടൈം കൂടിയാ. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന വിഷയത്തെ കുറിച്ചാണ്. വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പോളിടെക്നിക് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ഗവേഷണത്തിന് വേണ്ടിയാണ് ഒരുപാട് സമയം ചെലവഴിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നുമില്ല ടീച്ചറാ. അത് പിന്നെ കാനാലെ കല്യാണ വീട്ടിലെ വീട്ടിലെ കാര്യം പറഞ്ഞ അതൊന്നുമില്ല ടീച്ചറാ. ഇവരെ മദ്യത്തിന്റെ പുതിയ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞു ടീച്ചറാ. എന്നിട്ട് മതി ഞങ്ങളെ ടീച്ചറായി എല്ലാ കുറവുകളും പരിഹരിച്ചതിന് ശേഷം കേറ്റീസം പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത് നടത്താവുന്ന കാര്യമല്ല. ഈശോയുടെ ശിഷ്യന്മാർ പോലും നല്ല കുറവുകളുള്ളവരെ കുറവുകൾ പരിഹരിക്കാൻ മാക്സിമം പരിശ്രമിക്കുക. ഇനി നമ്മൾ കേറ്റീസം പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും നല്ല മക്കളാണെങ്കിലോ നമ്മൾ സെക്കൻഡാണെങ്കിൽ ചിലപ്പോൾ കുറച്ചെണ്ണം പ്രായത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്ന് പറയണ 3000 പേരെല്ലാം പ്രസംഗം കേട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രസംഗം കേൾക്കണം. പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയത് എന്തിനെ? ഈശോയുടെ പ്രസംഗം കേട്ട പലരുമാണ് അവനെ കൊല്ലണമെന്ന് ആഘോഷിച്ചത്. ടീച്ചർ ഞാൻ ടീച്ചറോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം സ്വർഗത്തിലേക്ക് കയറി പോണേക്കാളും മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞാൽ നിങ്ങൾ ലോകം പോയി സുവിശേഷം പ്രഘോഷിക്കണം. ഞാൻ പള്ളിയിലും പ്രസംഗിലും ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നത് ആ സുവിശേഷ പ്രഘോഷമാണ്. ടീച്ചറെ പോലെ ജാൻസി ടീച്ചർ ഒരു കാറ്റീസം ടീച്ചറായിരുന്നു. ക്ലാസ്സുകൾ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ആടുകളെയും ആ ഇടയന് വലിയ ഇഷ്ടമായിരുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരു കുഞ്ഞാടിനെ പെട്ടെന്ന് കാണാതായപ്പോൾ ഇടയൻ തേടി. നീ എന്താ കാണിക്കുന്നത്?
പക്ഷെ നീ എതിർക്കാണില്ല. എല്ലാത്തിനും പരിഹാരമില്ലേ? നീ കമ്മിറ്റിയിൽ പറഞ്ഞ ആശയം നീതിയിലാണ് വെച്ച് കൊച്ചിന്റെ പേര് ക്ലാസ് നേരത്തെ കൊണ്ടുപോകണം ചെയ്യണേ. അവസ്ഥ നീ ശാന്തനായേ. യോഗത്തിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുമോ? കട്ടവയും കട്ടിനൊക്കെ വരും. ശ്രദ്ധിച്ചോളാം. ഇത് മൊണ്ടാഷ് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ട് നാട്ടിൽ വെച്ച് പറഞ്ഞു. ഇത് കട്ടിനാണ്. ലോ ആംഗിള്. ചേച്ചി കുറച്ച് വെള്ളം തരുമോ? ചേച്ചി ഹൈ ആംഗിള്. ആ ഇത് ടീച്ചർ വീടായിരുന്നോ? ആ മോനെന്താ ഇവിടെ? ഞാൻ കൂട്ടുകാരോട് കളിക്കാൻ വന്നതാ. ഇന്ന വെള്ളം. ഞാൻ പ്രോവർട്ടിക്ക് ഇപ്പൊ പോയിണ്ടായിരുന്നു. അന്നപ്പനാ പറഞ്ഞത് ടീച്ചർക്ക് വിഷമായോ? വിഷമായോ എന്ന് ചോദിച്ചാ വിഷമായി. പക്ഷേ അതുപോലെ അപ്പനോടുള്ള വിഷമം കൊണ്ടല്ല. പിന്നെ എന്റെ ക്ലാസ്സിലെ ഈ കുട്ടിയെ ഇനി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതാ സങ്കടം. എനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ അറിഞ്ഞു. അപ്പോൾ സമ്മതിച്ചില്ല. മോനോട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ക്ലാസ്സിലേക്ക് ലാപ്ടോപ്പ് വിടാത്തതേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിൽ കളിക്കാറില്ലേ? കളിക്കാൻ വരുമ്പോ മോൻ ടീച്ചറിന്റെ അടുത്ത് വാ. ഈശോയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ നിന്നെ. അന്നത്തെ കഥയുടെ ബാക്കി പറഞ്ഞായിരുന്നു ടീച്ചറെ. പിന്നെന്താ മോൻ ഇതുവരെ കേട്ട്? നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ ഇടയെ തേടി ഇറങ്ങിയില്ലേ, അതുവരെ. ആ ഇടയൻ തന്റെ കുഞ്ഞാടിനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. പെട്ടെന്ന് കാട്ടിൽ ഒരു കരച്ചിൽ കേട്ടു. പാട് കരച്ചത് നോക്കുമ്പോഴെന്താ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞാട് ഒരു മുൾച്ചെടിയിൽ ഒടുക്കി കിടക്കാം. ആ ഇടയൻ മുള്ളുകളൊക്കെ മാറ്റി അവനെ രക്ഷിച്ചു. എന്നിട്ട് ആട് കഴിയുമ്പോ അവൻ ആ കുഞ്ഞാടിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ടീച്ചറെ, ഞാൻ ടീച്ചറെ അമ്മാന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, ടീച്ചർ അമ്മ തന്നെയല്ലേ? അപ്പോ ഇന്ന് മുതൽ ടീച്ചർ എൻ്റെ അമ്മ, എൻ്റെ ടീച്ചറാണ്. ടീച്ചറിന് പോകുമായിരുന്നു ഈശോയെ കുറിച്ച് കേൾക്കാൻ. ജാൻസി ടീച്ചർ നമ്മെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവനെ അൽത്താരയിൽ ബലിയർപ്പിക്കില്ലായിരുന്നു. നിങ്ങളുടെ വികാരീശനാവില്ലായിരുന്നു. ജാൻസി ടീച്ചറിനെ മാറ്റിയെടുത്തത് എന്നെ മാത്രമല്ല, എൻ്റെ അപ്പനെ കൂടിയെ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലേ? 12ാമത്തെ വയസ്സ് മുതൽ ജാൻസി ടീച്ചറാണ് എൻ്റെ അമ്മ, എൻ്റെ ടീച്ചറമ്മ. ടീച്ചറായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവരിലൊക്കെ ക്രിസ്തു ജനിക്കാൻ തുടങ്ങും. അതിലൊക്കെ ടീച്ചർ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ കണ്ടുമുട്ടുന്നവരിലൊക്കെ ക്രിസ്തു ജനിക്കാൻ തുടങ്ങും. Thank you.
ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. നാടകങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അത് ചെയ്തതാണ്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തതിൻ്റെ പേരിലുണ്ടെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ. ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ ഷോട്ടിൻ്റെ പേരറിയുണ്ടായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ ഡയറക്ടറുടെ ഒരു ഗുണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന ഒരാൾ പ്രതീക്ഷ എന്ന് പറയും. അദ്ദേഹം ചെറിയ കടികളുടെ അച്ഛനാണ്. അച്ഛൻ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അച്ഛനെ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് നിർത്തിയിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നാടകം പോലെയാണ്. ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഷോട്ട് നാടകം ഇങ്ങനെയാണ് കാണുന്നത് പോലെ. പക്ഷെ അതിനെ മാറ്റി മാറ്റി ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷോട്ടുകളിലേക്കൊക്കെ ആക്കിയിട്ട് അടുപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഈ ഒരു ഇതിലാണ്. അതിനുശേഷം തന്നെ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമുകളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഷോട്ടുകളിലൊക്കെ പേര് പഠിച്ച് ഓരോ കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത, ഓരോ ഷോട്ടിൻ്റെ പർപ്പസ് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് പിന്നെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കിട്ടിയ ക്യാമറമാൻ, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടിയ ക്യാമറമാൻ്റെ ഒരു പ്രത്യേകത, ആ ക്യാമറമാൻ വെഡ്ഡിങ് വീഡിയോസൊക്കെ ചെയ്യുന്ന ക്യാമറമാനാണ്. വെഡ്ഡിങ് വീഡിയോസിൻ്റെ പ്രത്യേകത ഫുൾ ടൈം ഒരു ഇങ്ങനെ പോയോണ്ടിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഷോട്ട് അതിനകത്ത് സ്റ്റില്ലില്ല, എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് ഇപ്പം ഈ അടുത്ത് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫാർമ എന്ന് പറഞ്ഞു. അത് ഡയറക്റ്റ് ചെയ്തിരിക്കും. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, PR ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിയേറ്റർ പഠിച്ച പരിചയത്തിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, ഇജോ ക്യാമറമാനോട് എപ്പോഴെങ്കിലും ഒന്ന് ഒതുക്കിയിരിക്കാൻ പറയുമോ ചോദിച്ചു. കാരണം എന്താ, ഫുൾ ഓട്ടം തന്നെ. പിന്നെ നമ്മൾ കടുവക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്കത് കുറച്ചുകൂടി നമുക്കത് ക്ലിയറായി, ഇതായിരുന്നു ഇതിൻ്റെ ഡിഫക്റ്റ് എന്നുള്ളൊരു കാര്യമൊക്കെ ക്ലിയറായി. ഇനി ഇതിൻ്റെ ഷോട്ടുകൾ ഇപ്പോൾ നിങ്ങൾ മാറി മാറി വരുന്നത്, ഷോട്ടുകൾ മാറുന്നത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് നല്ല ഒരു സിനിമാറ്റോഗ്രാഫറുടെ അല്ലെങ്കിൽ എഡിറ്ററുടെ കഴിവെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഥയിലല്ല ഈ ഫിലിമിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇതിനകത്തൊരു ഡിഫക്റ്റ് ഉണ്ടെന്നുള്ളവർക്ക് ടീച്ചർ പറഞ്ഞു, അച്ഛാ ക്യാമറ ഓടിക്കൊണ്ട് ഇരിക്കുന്നതാണോ ഡിഫക്റ്റ് എന്ന് ചോദിച്ചു. അത് ഡിഫക്റ്റാണ്, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന ഡിഫക്റ്റ്. അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആ ഫിലിമിന് എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ മിസ്സിങ് പോലും ഇല്ലാതെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുത്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിനിമം ഒരു 30 സെക്കൻഡ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റി, ഞാൻ വീണ്ടും പറയുന്നു, യൂണിവേഴ്സിറ്റി പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചാൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. അത്രയും നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. AV ആണ് മോഡൽ, ഓഡിയോ വിഷ്വൽ രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. എന്താണ് വിഷ്വൽ വരുന്നത്, അതിൻ്റെ തത്തുല്യമായിട്ട് അതിൻ്റെ ഓഡിയോ എന്താണ് അപ്പുറത്ത് വരുന്നത് എന്നുള്ളതിൻ്റെ എഴുതി വയ്ക്കുക. ഓക്കെ. ഇനി അടുത്തൊരു കാര്യമുള്ളത്, നിങ്ങൾ ഒരു ബ്രാൻഡോ ഒരു പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഒരു ഓപ്ഷനിൽ എത്ര പേരുണ്ട്? 8, 9 അങ്ങനെയൊക്കെയാണ്. 12 ഗ്രൂപ്പുണ്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ വൈസ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. എല്ലാവരും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ. കാരണം നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 30 സെക്കൻഡ്സിൻ്റെ മിനിമം, മാക്സിമം 1 മിനിറ്റ് 60 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ പറയുന്ന ഒരു പ്രോഡക്റ്റോ ഒരു ബ്രാൻഡോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത്. സംഭാഷണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ അതിനകത്ത് നിങ്ങളെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം ടൈപ്പ് ഓഫ് ഷോട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. കുറേ അധികം ടൈപ്പ് ഷോട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. 30 സെക്കൻഡ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ മിനിമം 6 ടൈപ്പ് ഓഫ് ഷോട്ടുകളെങ്കിലും നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. 6 ടൈപ്പ്, 6 ഷോട്ട് എന്നല്ലാട്ടോ പറഞ്ഞു, 6 ടൈപ്പ്. ലോങ് ഷോട്ട്, എക്സ്ട്രീം ലോങ് ഷോട്ട്, അല്ലെങ്കിൽ കട്ട് അവേ, ഓവർ ദി ഷോൾഡർ, ഇങ്ങനെ പല ഷോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലത്തെ 6 ടൈപ്പ് ഷോട്ടെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. 1 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അതൊരു 8 മുതൽ 10 ടൈപ്പ് ഷോട്ട് വരെ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കണം.
എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അതിനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം, എഴുതുമ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആഡിൻ്റെ പുറകിലുള്ള സൈക്കോളജി എന്ന് ആദ്യമേ പറഞ്ഞു. ആ ഒരു ഫീല്, നിങ്ങൾക്കുള്ളൊരു ഫീല് ഒരു പ്രോഡക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫീലിലുള്ള ഒരു എഴുത്തും കൂടി കൊണ്ടുവരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. മൊബൈൽ ഇൻഷോട്ട് എന്നുള്ളൊരു ആപ്പ് ഉണ്ടോ? ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ? അറിയാം. ഞാൻ വേറെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു ഗ്രൂപ്പില് ഒരു ഓപ്ഷനിൽ ഒരാളെങ്കിലും ബേസിക്കായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് വേണ്ട മിനിമം ക്വാളിറ്റി. ആ ഒരാൾ എന്ത് ചെയ്യാം? ഒന്ന് അടുത്ത ആൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. മീൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഇതുപോലെ ചില കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചും മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ്. ഇതേപോലെ ഒരു ആപ്പാണ് ഇൻഷോട്ട് എന്ന് മനസ്സിലാക്കുക. പേടിക്കേണ്ട ഒരു സാധനമല്ല, നമ്മളെ ഉപയോഗമുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് പഠിക്കുക. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരു സ്ക്രിപ്റ്റ് അതിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു വീഡിയോ, ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിലേക്ക് പതുക്കെ ഒരെണ്ണം മെക്ക് ചെയ്തെടുക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത വ്യാഴാഴ്ച വരും. അവർക്ക് തിയേറ്ററിൻ്റെ ബാക്കി ക്ലാസ് ഉണ്ട്. അന്ന് നമുക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് കുറച്ച് സമയം ടീച്ചർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എല്ലാ ഓപ്ഷൻ്റെയും വീഡിയോ നമുക്ക് കാണാം. ഓക്കെ ആണോ? കമ്മീഷനോട് പോകാൻ പറഞ്ഞു എന്നാ വന്നോട്ടെ. അപ്പോൾ വ്യാഴാഴ്ചക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് ഉദ്ദേശം. അപ്പോൾ ഒരു ടീച്ചർമാർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്കത് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് ഇത്രയും നിങ്ങളുടെ അടുത്ത് ഈ ഷോട്ടുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത്. അതുകൊണ്ടത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ ക്ലാസ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ പോലെ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. ഉപകാരപ്പെടുമോ? ബോറടിപ്പിച്ച? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് മാത്രം പ്രാർത്ഥിക്കാൻ ആശംസിക്കുന്നു. ഞാൻ പതുക്കെ വൈകിപ്പിക്കാം. എനിക്കിന് അവിടെ 3 മണിക്ക് പ്രസ് മീറ്റിംഗ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പ് അവിടെ ഓടിയെത്തും. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും പ്രത്യേകം ക്ഷണിച്ച അധ്യാപകർക്കും അധികാരികൾക്കും നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. Father, for the wonderful session. Now it's the time for feedback. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മുടെ ഫിസിയോളജിൻ്റെ വളരെയധികം നല്ല ഒരു ക്ലാസ്സാണ് കഴിഞ്ഞത്. ഇപ്പോൾ അച്ഛനെനിക്ക് നേരത്തെ അറിയാം. അച്ഛനൊരു നാടകം ഞങ്ങളുടെ നാട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട്. പാന എന്നുള്ളൊരു പേരൊരു നാടകം അത് ചെയ്തിട്ടുണ്ട്. അന്ന് ഇപ്പോൾ അച്ഛനെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ബാക്കിയുള്ള ഓരോ വർഷങ്ങൾക്ക് വരുമ്പോൾ കുറച്ചല്ല വളരെയധികം കൂടുതലായിട്ട് നമുക്ക് ബോറടിക്കാറുണ്ട്. അത് നമ്മൾ എക്സ്പ്രസീവായിട്ട് നമ്മുടെ ഫേസിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലാണെങ്കിൽ വളരെയധികം അത് നമുക്ക് ഉപകാരപ്പെട്ടു. നമുക്ക് പല കാര്യങ്ങളും കുറിച്ച് വെറുതെ ഒരു ഫോണിൽ നമ്മൾ റീൽസ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്നറിയാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാന്നുള്ളൊരു പാകത്തിലേക്ക് വരുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിന് അച്ഛൻ്റെ ക്ലാസ് ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ അച്ഛൻ്റെ ക്ലാസ് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും അച്ഛൻ്റെ ക്ലാസ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I invite Mr. Telugu PS to deliver the photo. Good afternoon, everyone. As the program is about to end, I would like to give the vote of thanks. First of all, I want to thank our
Honorable Principal, Honorable Dr. Chaku Shiraman, for providing us the opportunity to conduct this session. In addition to, I have to thank Father Fisho Alaparan for providing valuable advices on how an advertisement should be, what are the things we should take for generating a good advertisement, what are the different shots we need, and what are the different things we need to take care of by taking a good picture. Thank you, Father. Furthermore, I have to thank all other student teachers who done other activities such as doing a welcome speech, profile reading. Thank you everyone. Last but not the least, I have to thank all of you who gathered here, and without you there won't be any such program. You are the audience. There won't be any program. The program is still become incomplete without you. So I'll thank all of you for the win. Thank you. Group dispersed. എന്നെ അടിക്കട്ടെ ചെല്ലടാ